സോ ഹേ എവറിബഡി വെൽക്കം ടു മോട്ടോർഗേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇതെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ ബിഗിനിങ് ആണ്. നമുക്ക് ഇപ്പോൾ ഞാനും ഉണ്ട്, ഒരു കോ ഹോസ്റ്റ് ഉണ്ട്, പുള്ളി നമുക്ക് വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സത്യം പറഞ്ഞാൽ നമ്മളിത് കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യുക, ഒരു പോഡ്കാസ്റ്റ് ചെയ്യണം. ഇതൊരു ചെറിയൊരു തുടക്കമാണ്, അതുകൊണ്ട് തന്നെ വിഷ്വൽസ് ഇല്ല. സോ എല്ലാവർക്കും ഞങ്ങളുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. സോ നമ്മുടെ കോ ഹോസ്റ്റ് ആയിട്ട് ഇത് എൻ്റെ ബെസ്റ്റ് ബഡിയാണ് പവി. പേര് പറ, ഇൻട്രൊഡക്ഷൻ കൂടെ. Ah, so hello everybody. എൻ്റെ പേര് പവ്ശങ്കർ ആണ്. So basically we are two nerds for crazy about automobiles. So അതുവഴി നമ്മൾ ജസ്റ്റ് ഒരു പോഡ്കാസ്റ്റ് വഴി വന്നതാണ്. ഐ എം എ കോ ഹോസ്റ്റ്. യാ, സോ കാര്യത്തിലൊന്ന് കടക്കാം. അതെ. സത്യം പറഞ്ഞാൽ നമ്മളിത് കുറേ നാളായില്ല നമ്മൾ പോഡ്കാസ്റ്റ് എന്നല്ല, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു കണ്ടന്റ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട്. പിന്നല്ലാതെ നമ്മൾ നമ്മൾ ശരിക്കും കുറെ യൂട്യൂബ് വഴി യെസ്, ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചു. കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ ടോക്കിംഗ് ഗേൾസിലെ നമ്മുടെ ജെ ഡി ആൻഡ് വിവേക് ജി, അവർ എന്നെ എന്നെ സംബന്ധിച്ച് അവർ അതെ. രണ്ടും നല്ല ലെജൻസ് ആണ്. കാരണം അനാവശ്യമായ സിനിമാറ്റിക്സ് ഇല്ല, കമ്പനികളെ ഷൂർ കോട്ട് ചെയ്യാണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ രണ്ടുപേരാണ്. അപ്പോൾ അവരായിരുന്നു എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. ഞങ്ങൾ അതുപോലെ കണ്ടന്റ് ചെയ്യാൻ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നീട് പവി വർക്ക് റിലേറ്റഡ് ആയിട്ട് ബാംഗ്ലൂർ പോയി, ഞാൻ പിന്നെ നാട്ടിൽ തന്നെ സ്റ്റക്കാണ് കുറച്ച് നാളായിട്ട്. അപ്പോൾ നമ്മളപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ പോഡ്കാസ്റ്റ് നമ്മൾ ആദ്യം ഒരു എന്താ പറയുക വിർച്വൽ മറ്റേ വീഡിയോ കോൺഫറൻസ് പോലെ ചെയ്യായിരുന്നല്ലോ, ലൈക്ക് നമ്മൾ കണ്ടന്റ് ആക്കാനിരുന്ന ഓർമ്മയുണ്ടോ? ചെറിയൊരു വീഡിയോ അതെ അതെ വിഷ്വൽ പോഡ്കാസ്റ്റ്. ഇതിപ്പോൾ ഓഡിയോ ഉണ്ട്, ചെയ്യണമെന്നായിരുന്നു. ചെറിയൊരു പിക്കും കാണും. നമ്മൾ യൂട്യൂബിലേക്കാണ് നമ്മളിത് ചെയ്യുന്നത്. സോ എന്തൊക്കെയാണ് പോയി നമ്മുടെ കാര്യങ്ങൾ? സോ ഇന്ന് ബേസിക്കലി നമ്മള് ഇപ്പൊ റീസെന്റ് ആയിട്ട് ക്രേസി ആയിട്ട് കാറുകളും സംസാരിച്ചു വരുന്ന കുറെ കാര്യങ്ങളിലൊക്കെ പറ്റി നമ്മൾ സംസാരിക്കാം ബേസിക്കലി. സോ കുറച്ച് അബൌട്ട് ഇപ്പൊ ഭയങ്കര ചേഞ്ചിങ് ആയിട്ട് വരുന്നത് ഇലക്ട്രിക്കൽ ഭയങ്കര ഒരു ഫീൽഡാണ്. ബൂമാണ്. സോ യാ അതിനെ പറ്റിയുള്ള ചേഞ്ചസും അതിനൊക്കെ പറ്റി നമുക്ക് പവി, സംസാരിക്കാം. 2025 എന്ന് പറയുന്നത് ആസ് ആൻ ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ ഒരു എന്തൂസിയാസ്റ്റിനെ സംബന്ധിച്ച് നല്ലൊരു വർഷവുമാണ്, അതുപോലെ വളരെ വിഷമകരമായ ദുഃഖവർഷവുമാണ്. ദുഃഖവർഷമാണ്. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ബോറിംഗ് ഇ വിസ് അല്ലാണ്ട് കുറേ നല്ല കിടിലൻ ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നുണ്ട്. ഞാൻ പൊതുവെ ഇലക്ട്രിക് വെഹിക്കിൾ പിന്നല്ലാതെ. വിരോധി, ഞാനും നീയും രണ്ടുപേരും വിരോധികളായിരുന്നു. രണ്ടുപേർക്കും ചെറിയ ചെറിയ ഇഷ്ടങ്ങളുണ്ട്. പവിക്ക് പോർഷെ ടൈക്കാനാണ് ഇഷ്ടപ്പെട്ട ഇലക്ട്രിക് വെഹിക്കിൾ. ഓ യെസ്. എനിക്കതിൽ മാറ്റമൊന്നുമില്ല, എനിക്കും ടൈക്കാൻ അത്യാവശ്യം നല്ല ഇഷ്ടമാണ്. അതുപോലെ ഞാൻ കുറച്ചുകൂടെ ഒരു ഇട്രോൺ ഫാൻ കൂടാണ്. എനിക്ക് ടൈക്കാനും ഇഷ്ടമാണ്, ഇട്രോണും ഇഷ്ടമാണ്. പക്ഷേ ദ അൾട്ടിമേറ്റ് ഡ്രീം ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ പവി നിനക്ക് ഏതാ? ടൈക്കാനല്ലേ? പിന്നല്ലാതെ ടേക്കൻ ഐ ലവ് ദാറ്റ്. ഇലക്ട്രിക്കൽ ഞാൻ പൊതുവെ വലിയ ഫാൻ അല്ലെങ്കിലും ടേക്കൻ ഞാൻ എന്നും എൻ്റെ ഒരു ഒരു ഡ്രീം കാർ ഡ്രീമാണ്. ആക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വണ്ടിയാണ്. ഞാൻ ഇലക്ട്രിക്കലിൻ്റെ തീരെ ഫാനല്ല, ഞാൻ ഇലക്ട്രിക്കലിനെ അത്യാവശ്യം നല്ല രീതിയിൽ പുച്ഛിച്ച ഒരാളാണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രിയൽ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്സ് ആക്ച്വലി നല്ലതാണ്. പിന്നെ എൻ്റെത് അൾട്ടിമേറ്റ് ഡ്രീം ഇലക്ട്രിക് ഒരു ഇ വി എന്ന് പറയുന്നത് ഹമ്മർ ഇ വി ആണ്. കാരണം അത് ഓ ഇറങ്ങിയപ്പോൾ ആ യെസ്. ഒരു അനൗൺസ്മെൻറ്റ് 2020 അനൗൺസ്മെൻറ്റ് എനിക്ക് ഒരു ഇഷ്ടമല്ലാഞ്ഞിട്ട് പോലും ഒരു ഇലക്ട്രിക് വണ്ടി. അന്ന് ഇ വികൾ നമ്മൾ കാണുന്നില്ല അധികം, എന്നിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. കാരണം ഒന്നാലോചിക്കട്ടെ, ഫ്രം ഫാക്ടറി ഇറ്റ് സെൽഫ് 1035 ന്യൂട്ടൺ മീറ്ററും 1000 ഹോഴ്സ് പവറും വണ്ടിക്ക് പെർഫോമൻസ് ഉണ്ട്. അത് പിന്നല്ലാതെ. ഒരു ഇ വിയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ ഒരു ഡീസൽ ഓർ പെട്രോൾ വെഹിക്കിൾ ആണെങ്കിലും അത്രയും പവർ ഉണ്ടെങ്കിലും അത്രയും പവർ വീലിലോട്ട് എത്തുന്ന ഒരു ടൈമിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ലാഗ് വരും. ഇത് മറ്റേ ഇല്ല, അതെ ട്രാൻസ്മിഷൻ ഇല്ല, അതെ. ഡയറക്റ്റ് മോട്ടർ വീൽസിൽ കണക്റ്റഡ് ആണല്ലോ. യെസ്. അതും ജസ്റ്റ് ഒരു 0 to 60 വെറും 3.3 യാ, സെക്കൻഡ്സിന്. അതൊരു ഇറ്റ്സ് റിയലി ടു ടൺ വെയിറ്റ് ഉള്ള ഒരു എസ് യു വി ഓർ അതിന്റെ ട്രക്ക് വേർഷൻ അതെ അതെ. രണ്ടും. പക്ഷേ നമുക്ക് പിന്നല്ലാതെ. ഇന്ത്യക്കാർക്ക് അതൊരു ഡ്രീം അല്ല. കാരണം പൊതുവെ ജി എമ്മിനൊരു ബാഡ് മാർക്കറ്റ് ആയിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം അവർ നിലവിൽ ചെയ്തിട്ടുമില്ല, അതുകൊണ്ട് തന്നെ. പക്ഷേ യെസ്. നമുക്ക് ഇന്ത്യക്കാർക്ക് കിട്ടുന്നൊരു ഡ്രീമബിൾ ഇ വി ഉണ്ട്. ടൈക്കാൻ ഓൾറെഡി ഉണ്ട്, അല്ലാണ്ട് ഒരു ഡ്രീമബിൾ ഇ വി ഉണ്ട്, ദ ലെജൻഡറി ഗലന്ത വാഗൻ. ഓ യാ. ജി ഗലന്ത ജി വാഗൻ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, അറിയാവുന്നവർക്കറിയാം, എന്നാലും ജി എല്ലാവർക്കും അറിയാൻ വാഗൺ. പറയാം ജി വാഗൺ, നമ്മുടെ ബൊലേറോ പോലത്തെ ബെൻസ്. യാ. പക്ഷെ അതിന്റെ പവർ ട്രെയിൻസ് എല്ലാം മാറി കേട്ടോ. ഇപ്പോൾ ആണോ? പണ്ട് ഇ ക്യു ജി ആയിരുന്നു പറയാൻ വന്നത്, ഇപ്പോൾ അവർ G580 എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി. ഇ ക്യു എന്നുള്ള നെയിമിങ് അവർ ഡ്രോപ്പ് ചെയ്തു. അതെ. രസം വെച്ചാൽ ഇതിനൊരു എല്ലാവരും കണ്ടാണ് ടാങ്ക് ടേൺ എന്ന് പറയുന്നത്. 4 വീലും ഇൻഡിവിജ്വൽ മോട്ടർ വെച്ചിട്ട് വണ്ടി മറ്റേ ടാങ്ക് വാർ ടാങ്ക് ഇടുന്ന തിരിയുന്നതിൻ്റെ തൊട്ട് നിന്ന് കറങ്ങും. യെസ്. അതുപോലെ മറ്റേ അല്ലാണ്ടുള്ള എഞ്ചിൻസ് എല്ലാം വ്യത്യാസം വന്നിട്ട്, പണ്ട് 350D എന്ന് പറഞ്ഞൊരു എഞ്ചിൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറി 450D ആയി റീപ്ലേസ് ചെയ്തത്. കാരണം ഗ്ലോബലി നോക്കിയാലും കുറച്ചുകൂടെ പുതിയ എമിഷൻ നോംസിനെയും അല്ലെങ്കിൽ പെർഫോമൻസും എല്ലാം മീറ്റ് ചെയ്യുന്ന ഭാഗത്തിന് അവർ 450D ഇറക്കി. എന്ന് വെച്ചാൽ പവർ ഡ്രോപ്പ് ആയിട്ടില്ല, പവർ കൂടിയിട്ടുമുണ്ട്. ഡീസലിൻ്റെ കാര്യത്തിലാണ് G63യുടെ കേസ്, AMGയുടെ കാര്യം പറയാനാണെങ്കിൽ
വണ്ടിയുടെ സൗണ്ട് കുറഞ്ഞു. കാരണം ഇപ്പൊ G63 ഇപ്പൊ വരുന്ന പുതിയ മറ്റേ ഹൈബ്രിഡ് 3 ആണ്. ലിറ്റർ ഇഞ്ചിൻ ഹൈബ്രിഡ് ആണ്. ടർബോ ചാർജർ 6 എഞ്ചിൻ ആണല്ലോ. അല്ല, അത് ഡീസലില് നമ്മുടെ 63 നമ്മുടെ AMGയുടെ ലൈനപ്പ് നോക്കി കഴിഞ്ഞാൽ ഇനീഷ്യലി ഉണ്ടായിരുന്ന G55 ആണ്. നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ട്. 5.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് V8. അതിന്റെ അതിന്റെ കോംപ്രസർ വേരിയന്റ് കോംപ്രസർ വേരിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ചാർജർ V8 കുറച്ചു കാലം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവർ നേരെ 63 ഇറക്കി. നമ്മുടെ എൻ്റെ ഫേവറേറ്റ് G63 നമ്മുടെ 2015 ടൈമിലെ വണ്ടി. അതായത് നമ്മുടെ പ്രോപ്പർ ബോക്സ്, മറ്റേ ഒരു ഫ്ലൂയിഡിക്നെസ് ഒന്നും ഇല്ലാത്ത വണ്ടി. കാരണം അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 6.3 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് V8 ആണ്. 6.3 നമ്മുടെ SLSന്റെ ഒക്കെ സെയിം എഞ്ചിൻ. അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ ഇപ്പം കാണുന്ന നമ്മുടെ DQന്റെയിലും ഫാസ്റ്റിന്റെയിലും ഇരിക്കുന്ന G63 എന്ന് പറഞ്ഞാൽ 4 ലിറ്റർ ട്വിൻ ടർബോ V8 ആണ്. അതും വ്യത്യാസമുണ്ട് രണ്ട് വണ്ടികളും. അതൊരു പക്ഷേ വ്യത്യാസമുണ്ട്. കാരണം നമ്മുടെ ആനിമൽ സിനിമയിലും ഉണ്ടായിരുന്ന W463 എന്നാണ് അവർ ആ ഒരു കോഡിനെ വിളിച്ചിരുന്നത്. അതിൽ 4.4 ലിറ്റർ ട്വിൻ ടർബോ V8 ആണ് വന്നിരുന്നത്. അത്യാവശ്യം നല്ല ഗ്രൗണ്ടുള്ള സൗണ്ടൊക്കെയാണ്. G55 അത്രയും ഗ്രൗണ്ടില്ലേലും അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ഉണ്ട്. ആ ഒരു എക്സോസ്റ്റ് നല്ല ലൗഡാണ്. പക്ഷെ നമ്മുടെ ഫാസ്റ്റിലൊക്കെ എടുത്തേക്കുന്ന ഫാസ്റ്റിൽ എടുത്ത വെർഷൻ എന്ന് പറഞ്ഞാൽ 2024 വണ്ടി, 2024 ലാസ്റ്റ് 2025 വെർഷൻ എന്നൊക്കെ വേണേൽ പറയാം. വ്യത്യാസം വെച്ചാൽ ഒറ്റ മട്ടത്തിൽ എല്ലാം സെയിം ആണ്. താഴത്തെ ഒരു എയർ ഡാമിൻ്റെ അടുത്തേക്ക് ചെറിയ പാറ്റേൺ വ്യത്യാസമുണ്ട്. ഓൾസോ അത് ഹൈബ്രിഡ് ആയി. അപ്പോൾ വണ്ടിയുടെ ലൗഡ്നെസ് ഒന്ന് ഒരു പൊടിക്ക് കുറഞ്ഞിട്ടുണ്ട് എക്സോസിന്റെ. ആ ഗ്രണ്ട് ഇല്ലെന്നല്ല, ഗ്രണ്ട് കുറഞ്ഞു. നോട്ടീസബിൾ അല്ല. പണ്ടില്ല ആ V8ന്റെ ഒരു മുഴക്കം ശരിക്കും അറിയായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നാലോചിക്കുമ്പോൾ നമ്മുടെ C63 ഇൻലൈൻ 4 ആയതുകൊണ്ട് ഇത് ഇൻലൈൻ 4 ആക്കിയില്ല. അതൊരു നല്ല കാര്യമാണ്. കാരണം പണ്ട് C63 എന്ന് പറഞ്ഞാൽ V8 ആയിരുന്നു. ഈ എക്സാക്ട് സെയിം എഞ്ചിൻ വേറൊരു ടൂണിങ് ആയിരുന്നു. പുതിയ C63 വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻലൈൻ 4 ടെർബോ വിത്ത് ഹൈബ്രിഡ് സിസ്റ്റം, ഹൈബ്രിഡ് ടെർബോ എല്ലാം വരും. പിന്നെ അതൊക്കെ പിന്നെ 2025 സാഡ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ V8 അവർ ഓഫർ ചെയ്യുന്നുണ്ട്. പുതിയ M5 കണ്ടില്ലേ, V8 ഒക്കെ ആണെന്ന് പറഞ്ഞാലും പക്ഷേ എടാ അത് ഡൈനോ ചെയ്യുമ്പോൾ വണ്ടിക്ക് കുറച്ചുകൂടെ പറയുന്നതിലും BHP ഉണ്ട് കേട്ടോ, പുതിയ M5 G90ക്ക്. പക്ഷേ ഡിസൈൻ വൈസ് ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഡിസൈൻ വൈസ് അത് ഭയങ്കര ക്രോമോ അല്ലാണ്ട് കൂടുതലൊക്കെ അത് i5-നാടാ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആകെപ്പാടെ എനിക്ക് 2020 എനിക്ക് എന്റെ ഫേവറേറ്റ് ബേസിക്കലി 3 M5-കളാണ്. മോഡേൺ M5, പഴയ ക്ലാസിക് അല്ല, ക്ലാസിക് വണ്ടി വേറെ. എന്റെ ഫേവറേറ്റ് 3 M5 എന്ന് വെച്ചാൽ ഒന്ന് F10 M5. F10 പൊതുവെ കുറച്ച് ബോട്ട് പോലാന്നാണ് ആളുകൾ പറയുന്നത്. കാരണം 7 സീരീസിനെ ബേസ് ചെയ്തുണ്ടാക്കിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട്. പക്ഷെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നമ്മുടെ F90 ജനറേഷൻ, അതിൻ്റെ തന്നെ രണ്ടും ഫേസ് ലിഫ്റ്റും പ്രീ ഫേസ് ലിഫ്റ്റും രണ്ടും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ പഴയ മോഡലാണ് ഇഷ്ടം. എന്തോ ഞാൻ അത്ര പഴയ വിൻറ്റേജ് വണ്ടികൾ അത്ര ഐഡിയ ഇല്ലേ പോലും പുതിയ വണ്ടികളൊക്കെ എനിക്ക് ഓവർ മോഡേൺ ആവുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇപ്പോ ഗ്രില്ലൊക്കെ വലുതാക്കി. പക്ഷെ എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയടാ, അതെനിക്കറിയാം, നമ്മൾ സംസാരിച്ചപ്പോൾ നിനക്ക് നല്ലോണം അറിയാം. ഒരു വണ്ടി മാർക്കറ്റിലുള്ളപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടൂല. ഫേസ് ലിഫ്റ്റ് വരുമ്പോ പഴയത് എന്ത് കിടിലം വണ്ടി, വാട്ട് എ ബ്യൂട്ടി എന്ന് ഞാൻ പറയുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ 3rd ജെൻ വേർണ. എന്റെ 2nd ജെൻ ഫേസ് ലിഫ്റ്റ് എന്റെ ഉണ്ടായിരുന്ന വണ്ടി 3rd ജെൻ വേർണ. എനിക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. അതിന്റെ ഫേസ് ലിഫ്റ്റ് വന്നാൽ 1.6 മാറി 1.5 എല്ലാം വന്നപ്പോഴാണ് എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ആ ഒരു നിർത്തിപ്പോയ വണ്ടി ഇഷ്ടപ്പെട്ടത്. പുതിയ വണ്ടി അത്രയ്ക്ക് ഇഷ്ടം. ആ പുതിയ വണ്ടി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഇപ്പോഴത്തെ ജനറേഷൻ ഇറങ്ങുന്നത് വരെ. അതെ അതെ. എടാ എനിക്ക് അവരുടെ ബാക്ക് എനിക്ക് വലിയ കുഴപ്പമില്ല. കാരണം അതൊരു എന്താ പറയാ, ഒരു സൈബർ പങ്ക് അങ്ങനത്തെ ഒരു തീമിനോട് എനിക്ക് തോന്നി. പക്ഷെ ഫ്രണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കുറ്റവും പറയാൻ പറ്റത്തില്ല. കമ്പനി ബേസിക്കലി ഞാൻ പറയാം, അതിന്റെ 2 എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ എം ജി ഇല്ലേ, അവരെന്റെ ഇസഡസ് CV ഇറക്കിയപ്പോൾ ആദ്യത്തെ ഇസഡസ് ഓർമ്മയുണ്ടാ? കണ്ട പെട്രോൾ കൊണ്ടാന്ന് തോന്നുള്ളൂ. ആ ഫ്രണ്ട് ഗ്രില്ല് പോലത്തെ മെഷെല്ലാം വെച്ചിട്ട്. അതെന്തിനാന്ന് വെച്ചാൽ ആളുകൾക്ക് ഒറ്റയടിക്കും അവരുടെ ഫ്രണ്ട് ക്ലോസ് ആയ EV കാണുമ്പോൾ ഷോക്ക് വാല്യൂ വരാതിരിക്കാൻ വേണ്ടിയാണ് കമ്പനി അത് ചെയ്തത്. ഹ്യുണ്ടായുടെ ടാക്ടിക്സ് അതല്ല. നമ്മൾ ഭാവിയിൽ ഇലക്ട്രിക് വെർഷൻ ഇറക്കും ഈ വണ്ടിയുടെ. അപ്പൊ നിങ്ങൾ ഡിസൈൻ കണ്ട് പേടിക്കണ്ട, ഇപ്പോഴേ കണ്ട് പേടിച്ചാൽ നിങ്ങൾക്ക് അന്ന് പേടിക്കണ്ട. അതാണ് ഹ്യുണ്ടായുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. പിന്നെ സിനിമകൾ അല്ല, വലുതെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഹ്യുണ്ടായുടെ കേസിൽ അവര് ആ ക്രോം കളർ അങ്ങ് ഉപേക്ഷിച്ചിട്ട്
എന്ന് വെച്ചാൽ പണ്ടൊരു 3D പോലത്തെ ഒരു ഷേപ്പ് ആയിരുന്നെങ്കിൽ ഇപ്പൊ അതൊരു പരന്ന ഇതായി വിത്ത് സാറ്റിൻ ഫിനിഷ്. സാറ്റിൻ ഫിനിഷ് ആയി. അതേസമയത്ത് മറ്റ് ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലോഗോ കുറച്ചുകൂടെ സ്ലിമ്മറായി. എം ജിയുടെ ലോഗോ സ്ലിമ്മറായി, ഫോക്സ് വാൻ്റെ ലോഗോ സ്ലിമ്മറായി. അതെ, പിന്നെ എല്ലാം ഭയങ്കര സിംപ്ലിഫൈഡ് ആക്കി. അതെ, ലോഗോയുടെ കാര്യം പറഞ്ഞപ്പോഴാ ജാഗ്വാർ കളിച്ച കഷ്ടം എന്റെ അവര് പൊന്നോ. അവര് അത് പക്ഷെ വേറെ കാര്യമുണ്ട്. നമ്മളിപ്പോ ഉം. നമ്മളിപ്പോ ജാഗ്വാറിനെ പറ്റി ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട്. അവർ ആ വോക്ക് മൂവ്മെന്റ് പോലത്തെ ഒരു ആഡ് ഇറക്കി അവരുടെ കംപ്ലീറ്റ് പോസ്റ്ററുകളും ഡിലീറ്റ് ചെയ്ത് കോപ്പി നത്തിങ് ഒരു ക്യാമ്പയിൻ ഇറക്കിയാൽ നമ്മൾ ഇപ്പൊ ജാഗ്വാറിനെ പറ്റി നമ്മളിപ്പോ സംസാരിക്കുന്നുണ്ട്. അതെ, നമ്മൾ ഒരുമിച്ച് നമ്മൾ എന്താ പറയാ വണ്ടികളെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ നമ്മൾ ജാഗ്വാർ എന്നൊരു ബ്രാൻഡിനെ നമ്മൾ ഓർക്കുന്ന പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ആ റീസൺ. അതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ എൻഫീൽഡ് ചെയ്യുന്നതിൻ്റെ കൂടി ചെയ്യാതെ, എൻഫീൽഡ് എന്ന് പറഞ്ഞാൽ തന്നെ അവർ ഹിസ്റ്ററി റെട്രോനസ് അത് കുറച്ച് ഓവർ ആണെങ്കിൽ പോലും അതെ, അവർ റെട്രോനസ് പിടിക്കുന്നുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് വരുന്ന എൻഫീൽഡിന്റെ ഇലക്ട്രിക് ബൈക്ക് അതെ. ഫ്ലൈയിങ് ഫ്ലീ, ആ ഫ്ലൈയിങ് ഫ്ലീ എന്നുള്ള നെയിം ടാഗ്, അത് അതിന്റെ രണ്ട് വണ്ടി ആ ഫ്ലൈയിങ് നെയിം ഫ്ലീയുടെ ടാഗ്. ആ നെയിം ടാഗിനൊരു ഹിസ്റ്ററിക്കൽ വാല്യൂ ഉണ്ട്. അത് ഇത് ഞാൻ ഒരിക്കലും ഞാൻ കണ്ടുപിടിച്ച അറിവാന്ന് ഞാൻ പറയുന്നില്ല. ഞാനിത് വേറൊരു ഞാൻ പറഞ്ഞല്ലോ ടോക്കിംഗ് ഹെഡ്സിലെ ജെ ഡി എന്ന് പറയുന്ന പുള്ളി അതെ, ഭയങ്കര കട്ടർ ക്ലാസിക്കേഴ്സിന്റെ എല്ലാം പുള്ളി എന്തോ പുള്ളി കളക്ടറുമാണ്. പുള്ളിയുടെ കുറെ നമ്മുടെ പഴയ ഡോഡ്ജ് അതെ, കിങ്സ് വേ എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്, നമ്മുടെ CID മൂസയിലെ വണ്ടിയില്ലേ, റെഡ് ഡോഡ്ജ്. അതെ, 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 ആ അതെ. വണ്ടി അത് ബേസിക്കലി റൂഫ് കട്ടിയത് വെർഷൻ പുള്ളി അത് നല്ല ഒത്തന്റിക് ആയിട്ട് വണ്ടി കീപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിയുടെ ഇൻസ്റ്റയിൽ നോക്കിയാൽ മതി, പഴയ തുരുമ്പിച്ച് ഒരു പരുവായ ക്ലാസിക് കാഴ്സ് ഒക്കെ എടുത്ത് പുള്ളി കറക്റ്റില് ഫാക്ടറി നടക്കി അങ്ങനെ ആ ഒരു ഫിനിഷിൽ പുള്ളി അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. റെസ്റ്റോർ ചെയ്ത് റെസ്റ്റോർ ചെയ്ത് റെസ്റ്റോറേഷൻ എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി ഇറക്കുന്നുണ്ട്. അതെല്ലാം നല്ല വൃത്തിക്ക് തന്നെ പുള്ളി കീപ്പും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ കേട്ടാണ്, ഫ്ലൈയിങ് ഫ്ലീ എന്നുള്ളത് ബേസിക്കലി നമ്മുടെ പഴയ വേൾഡ് വാർ ടൈമിൽ ബ്രിട്ടീഷ് ആർമിക്ക് വേണ്ടിയിട്ട് മറ്റേ എൻഫീൽഡ് മറ്റേ ഫ്ലൈറ്റിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നല്ലോ, ക്രേറ്റിൽ കൊണ്ടുവന്നിട്ട്. അതെ, അതെ, അതെ. നമ്മള് പെട്ടെന്ന് ബിൽഡ് ആ ചെയ്തിട്ട് നമ്മൾ ആ കംപ്ലീറ്റ് സാധനത്തെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, നമുക്ക് അതിന്റെ പേര് അറിഞ്ഞൂടാ എന്തുവരുന്നു എന്നുള്ളത്. അന്നത്തെ ആ ഒരു എൻഫീൽഡിന് 50 60 cc അങ്ങനെ എന്തോ ഒരു ചെറിയ എഞ്ചിൻ കപ്പാസിറ്റി, 50 cc. അതെ, 60 cc അതെ, അങ്ങനെ അതെ, ചെറിയ അതെ. എഞ്ചിൻ കപ്പാസിറ്റി ഉള്ളൂ, വലിയ സൗണ്ട് ഒന്നും ഇല്ലാത്തൊരു അതെ, മോഡലായിട്ട് അന്ന് കൊണ്ടുവന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്. അതിന്റെ നെയിമിംഗ് ആണ് ഫ്ലൈയിങ് ഫ്ലീ എന്നുള്ളത്. അതെ. പിന്നെ നമ്മൾ ജി പിന്നെ വാഗണെ പറ്റി പറയുമ്പോൾ ഇപ്പൊ കറന്റ് പണ്ട് ലാൻഡ് ക്രൂയിസറും അല്ലെങ്കിൽ ഫോർച്യൂണറെ നമ്മൾ ട്രോളറുണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ ഫിലിം സ്റ്റാഴ്സിന്റെ ഇടയിൽ ലാൻഡ് ക്രൂയിസറിനോ അല്ലെങ്കിൽ ജി വാഗണോ നമ്മളൊരു ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ മീം ഇറക്കുമായിരുന്നല്ലോ. അതിലിപ്പോൾ LC 300 വന്നതിന് ശേഷം LC പുതിയതായിട്ട് വാങ്ങുന്നവർ അത് ഫിലിം സ്റ്റാഴ്സിന്റെ ഇടയിൽ കുറവാണ്, നമ്മൾ അധികം അങ്ങനെ വേറെ കണ്ടിട്ടില്ലേ പോലും. ഇപ്പൊ അത് റീപ്ലേസ് ചെയ്ത് ആ ഒരു സിസ്റ്റം മാറിയൊരു വണ്ടിയുണ്ട്, അതെ. ദ ഡിഫൻഡർ. ഡിഫൻഡർ സത്യം. കിറിലെ നല്ല എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെയാണ്, പക്ഷെ കുറച്ചൊക്കെ മാറ്റം വന്നു. ഇനിഷ്യലി വന്നപ്പോൾ 2 ലിറ്റർ പെട്രോൾ ഉണ്ടായിരുന്നു, 3 ലിറ്റർ പെട്രോൾ ഉണ്ടായിരുന്നു, 2 ലിറ്റർ ഡീസലും 3 ലിറ്റർ ഡീസലും 4 ലിറ്റർ V8 ഉണ്ടായിരുന്നു. അതെ. ഇപ്പോൾ 2 ലിറ്റർ പെട്രോളും 3 ലിറ്റർ പെട്രോളും ഉണ്ട്, 4 ലിറ്റർ V8 ഉണ്ട്, ഡീസൽ 3 ലിറ്റർ മാത്രമേ ഉള്ളൂ. 2 ലിറ്റർ അവർ നിർത്തി. അതെ. അത് നിർത്തിയപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ ഡിഫൻഡർ 90 110 നമ്മുടെ ഇന്ത്യയിൽ ആദ്യം വന്നത്. 90 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്ട് വീൽ ബേസ് 2 ഡോറും 110 റെഗുലർ വീൽ ബേസും. അതെ. 130 എന്ന് പറഞ്ഞിട്ട് ലോങ് വീൽ ബേസ് വെർഷൻ ആണല്ലോ. വീൽ ബേസ് അല്ല ലോങ് ആയത്, വണ്ടിയുടെ ബാക്കിൽ ഓവർ ഹാങ് ആണ് കുറച്ചുകൂടെ കൂടി, അത് എക്സ്ട്രാ 2 യൂസബിൾ ആയിട്ടുള്ള ഒരു 7 സീറ്റർ വെർഷൻ വന്നത്. യെസ്. ആ സമയത്താണ് ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒരു എഞ്ചിൻ കോൺഫിഗറേഷനിലോട്ട് മാറിയത്. പിന്നെ നമ്മുടെ കുറെ അതെ, ഫിലിം അതെ. സ്റ്റാഴ്സിൻ്റെ ഉണ്ട് പറയാനാണെങ്കിൽ ദ ലെജൻഡറി മൂപ്പറുടെ ഒരു 3 ലിറ്റർ ഡീസൽ ഉണ്ട്. നമ്മള് പുള്ളിയെ 3 ലിറ്റർ ഡീസലിന്റെ പുള്ളി ഏറ്റവും പുതിയ കൂടുതൽ ആള് എക്സൽ. വണ്ടൻ പുള്ളി ഏറ്റവും കൂടുതൽ ആളുകൾ സ്പോട്ട് ചെയ്യുന്ന ആ വണ്ടിയിലാണ്, അതെ, ഡിഫൻഡറിലാണ്. അതെ, അതെ. നമ്മുടെ ആസിഫ് അലി പുള്ളിയുടെയിലും 3 ലിറ്റർ ആണ്, 3 ലിറ്റർ ഡീസലാണ്. പുള്ളിയുടെ ഇന്റർവ്യൂസിലെല്ലാം പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഉം. അതുപോലെ തന്നെ കുറെ പേരുണ്ട്. നമ്മുടെ ജോജു ജോർജ് മലയാളത്തിലെ ഫസ്റ്റ് ഡിഫൻഡർ പുള്ളിയുടെ ആണല്ലോ, അതെ, അതെ. അത് 2 ലിറ്റർ ആണ്. അത് കഴിഞ്ഞ് വന്ന നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ, ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ, ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ എന്നല്ല, ഇപ്പോഴത്തെ ട്രെൻഡിങ് സൂപ്പർ സ്റ്റാർ. യെസ്. പുള്ളിയുടെ 2 ലിറ്റർ ഉണ്ട്. രസം വെച്ചാൽ മാർക്കോയുടെ കേസിൽ ഓഫ് ടോപ്പിക് ആണ്. ഹിന്ദിയിൽ വരുൺ ധവാൻ ബേബി ജോൺ മറ്റേ തെറി മൂവിയുടെ റീമേക്ക് ഇറക്കി അത്യാവശ്യം തകർത്താടിയ സമയത്താണ് മാർക്കോ ഹിന്ദിയിൽ അവർ റിലീസ് ചെയ്യുന്നത്. അതെ, അതെ. മാർക്കോ വന്നു, അപ്പൊ തന്നെ വരുൺ ധവാന്റെ സിനിമ അത് അത് 5 ഭയങ്കര ഷോയും ബിസിനസ് പോയി. മാർക്കോ 2 ഷോയും ഓടിക്കൊണ്ടതാണ്. ഇപ്പൊ അത് എനിക്ക് അതിനേക്കാളും കൂടുതൽ ഷോസ് ഇപ്പൊ മാർക്കോയ്ക്കാണ്. അതിന് ഷോ കുറഞ്ഞു, കാരണം ആളുകൾ മാർക്കോയിലാണ് ഷോ. ഡിമാൻഡ് കുറഞ്ഞുകൊണ്ട് പടം കത്തിക്കേറി. അപ്പൊ അത് വെച്ച് പറയാനാണെങ്കിൽ 14 ഡിഫൻഡറുകൾ. സത്യം. അതില് നമ്മുടെ പ്രൊഡ്യൂസർ ഇന്റർവ്യൂലൊക്കെ 2-3 വണ്ടിയൊക്കെ ആയിട്ടും ക്രാഷ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. ക്രാഷ് എന്നല്ല, അവിടെ ചെറിയ തട്ടിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട് ഷൂട്ടിങ്ങിന്റെ ഇടയിൽ. ആ ഡിഫൻഡേഴ്സിന് ഒരു പ്രത്യേകത, നമ്മുടെ ഉണ്ണി മുകുന്ദൻ പുള്ളി അല്ലാതെ മാർക്കോ
വരുന്ന ഡിഫൻഡറായിട്ട് കാണിക്കുന്ന വണ്ടിയില്ലേ, 7 അതെ DB 999 9999, അത് 9999. അതെ അത് അതെ. പ്രൊഡ്യൂസറായ ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ഓണർ ഷെരീഫ് മുഹമ്മദ്, പുള്ളിയുടെ വണ്ടിയാണ്, പുള്ളിയുടെ പേഴ്സണൽ വണ്ടി, ഷെരീഫ് മുഹമ്മദ്, അതെ പുള്ളിയുടെ അതെ. പേഴ്സണൽ വണ്ടിയാണ്. പുള്ളിക്കാരൻ മറ്റേ ആ പുതിയ ഹമ്മർ EV ഹമ്മർ എടുത്തായിരുന്നു. ഇവി ആ വണ്ടിയും കാണിക്കുന്നുണ്ട്. നമ്മുടെ EV-ക്കും. ക്ലൈമാക്സിലെ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ അതെ കിടന്ന ഹമ്മർ ഇവിയുടെ പിക്കപ്പ് അതാണ് പുള്ളിയുടെ വണ്ടിയുടെ. അതെ അതെ അതെ. ആ വൈറ്റ് യെസ്, ബ്ലാക്ക് വൈറ്റ് അല്ല, ബ്ലാക്ക് ആണ് വണ്ടി. ബ്ലാക്ക് അതെ ബ്ലാക്ക് അതെ. ആണ് വണ്ടി, ഓൾ ബ്ലാക്ക്. ഓൾ ബ്ലാക്ക് ആണ് വണ്ടി. അതുപോലെ തന്നെ നമ്മുടെ അതെ നമ്മുടെ അതെ. വില്ലൻ, ദ ലെജൻഡറി ആക്ടർ തിലകൻ, പുള്ളിയുടെ അഭിമന്യു. കൊച്ചുമൻ അഭിമന്യു തിലകൻ. നമ്മൾ ക്യാരക്ടർ അതെ പിടിക്കാം. അതെ. ക്യാരക്ടർ വെച്ച് പറയുകയാണെങ്കിൽ റസൽ. റസൽ, അതെ അതെ. റസൽ യൂസ് ചെയ്യുന്ന ഒരു ഡിഫൻഡർ ഉണ്ട്, നമ്മുടെ വിക്ടർ ഐഡന്റിഫൈ ചെയ്യുന്ന, മെറൂൺ വിക്ടർ കളറിൽ ഒരു വിക്ടർ ഇതല്ലേ. ഐഡന്റിഫൈ ചെയ്യുന്ന മെറൂൺ, ഒരു മെറൂണിഷ് ഗ്രേ ആണ് സാധനം. എക്സാക്ട് കളർ പറയാൻ അതെ അതെ. അറിഞ്ഞുകൂടാ. ആ ഒരു അതിൽ ഒട്ടിച്ചിരുന്ന ഫേക്ക് പ്ലേറ്റ് ആണ് KL7CU631 എന്ന് പറഞ്ഞിട്ട്. ഉം. ആ വണ്ടി ആക്ച്വലി നമ്മുടെ ഉണ്ണി മുകുന്ദൻ പുള്ളിയുടെ പേഴ്സണൽ വണ്ടിയാണ് സാധനം, പുള്ളിയുടെ പേഴ്സണൽ വണ്ടിയാണ്. ഞാനത് സ്പോട്ട് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇവരുടെ മറ്റേ പൂജാ റൺ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഡിഫൻഡർ വെച്ച് ഇവരൊരു കോൺവോയ് നടത്തി, റാലി പോലെ നടത്തിയായിരുന്നല്ലോ. അതെ അതെ. അതിൽ ആ ഒരു പാറ്റേൺ വീൽസ് വരുന്ന വണ്ടി അത് മാത്രമേ ഉണ്ടായത്. ബാക്കി എല്ലാത്തിനും മറ്റേ റെഗുലർ കാണുന്ന ഒരു 5 സ്പോക്ക് പാറ്റേൺ ആണ്. ഇതിന്റെ ആണ് ആ ഒരു ആംഗുലർ ആയിട്ട് കട്ടുള്ള 5 സ്പോക്ക് വീൽസ് ഉള്ള വണ്ടി ഇത് മാത്രമേ ഉള്ളായിരുന്നു. അതെ അതാണ് റസൽ യൂസ് ചെയ്യുന്നത്. സെയിം വണ്ടിനെ മാർക്കോയും യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമാക്സിൽ, സ്പോയിലർ പറയുന്നില്ല, ക്ലൈമാക്സ് ലാസ്റ്റ് മറ്റൊരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ അതെ അതെ. ആ അവിടെ. ഫാക്ടറിയിൽ വെച്ച്. അധികം നമുക്ക് അതിന് അങ്ങനെ പറയണ്ട, സിനിമ വെച്ച് പറയണ്ട. ആ ഒരു സീനിൽ നമ്മുടെ മാർക്കോ ഓടിച്ചിരുന്ന ഒരു ഡിഫൻഡർ ഉണ്ട്, മാറ്റ് ബ്ലാക്ക്. ആ ഒരു സമയത്തുള്ളേ ആ യെസ്. ആ വണ്ടിയും ആദ്യം കാണിക്കുന്ന വണ്ടിയും സെയിം അല്ല. ആഹാ. അത് മിസ്റ്റേക്ക് ആണെന്നല്ല പറയുന്നത്. ആ ഒരു വണ്ടിയാണ്, ആ വണ്ടി ആക്ച്വലി നമ്മുടെ റസലിനെ വണ്ടിയിട്ട് ആദ്യം കാണിക്കത്തില്ലേ, അതെ. ആ വണ്ടി മാറ്റ് ബ്ലാക്ക് പെയിന്റ് ചെയ്ത വണ്ടിയാണ്. അതായത് ഉണ്ണിമുന്തന്റെ പേഴ്സണൽ വണ്ടിയാണ് ലാസ്റ്റിൽ കാണിക്കുന്നത്. ഓക്കെ. ലാസ്റ്റ് ആ ഫൈറ്റിന്റെ അവിടെ വില്ലന്മാർ വരുന്ന ഫോർച്യൂണർ കാണിക്കുമല്ലോ, അതെ. അത് അഭിമന്യു തിലകൻ പുള്ളിയുടെ പേഴ്സണൽ വണ്ടിയാണ്. ഓ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഡിഫൻഡേഴ്സിനുള്ള മേക്ക് ഓവർ എന്ന് വെച്ചാൽ വണ്ടികൾ മൊത്തം ഒരു മാറ്റ് ബ്ലാക്ക് റാപ്പ് ചെയ്ത് ഒരു ബീസ് ലുക്ക് ആക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രൊഡ്യൂസറിന്റെ വണ്ടി റാപ്പാണ്, കാരണം അത് നമ്മൾ അതിന്റെ നമ്പർ ഒക്കെ അടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ബ്ലാക്ക് കളർ എന്ന് വെച്ചാൽ സാന്റോറിനി ബ്ലാക്ക് എന്ന് ലാൻഡ് റോവർ പറയും, നമ്മൾ പറയുമ്പോൾ മെറ്റാലിക് ബ്ലാക്ക്. അതെ. അതിൽ ഉണ്ണിമൂന്തന്റെ വണ്ടിയുടെ നമ്പർ ഉണ്ട്, അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത് സാറ്റിൻ ബ്ലാക്ക് എന്നാണ്. പുള്ളി ആക്ച്വലി അതെ സിനിമ ആയപ്പോഴേക്കും പുള്ളി ആ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്തു, പെയിന്റിംഗ് എന്നുള്ള രീതി, വീൽസ് അടക്കം പുള്ളി മാറ്റ് ബ്ലാക്ക് ആക്കി എന്നുള്ളത്. ആ അതെ. അതൊക്കെ കാർപ്പേറ്റിംഗ് ഗ്രേ അല്ലേ ആ കളർ? സാറ്റിൻ ബ്ലാക്ക്. ആ മറ്റേ സാറ്റിൻ. അതിന്റെ ഫാക്ടറി വന്ന കളർ മറ്റേ ഈ പറഞ്ഞ ഗ്രേ ആണ്. എനിക്ക് അതിന്റെ പേര് എനിക്ക് കറക്റ്റ് ആ അറിഞ്ഞൂടാ. അതെ. ആ വണ്ടി ഇപ്പോൾ ഉള്ള കളർ എന്ന് ഒരു. പറഞ്ഞാൽ, ഇപ്പോൾ ആ വണ്ടി ചെയ്തേക്കുന്ന സാറ്റിൻ ബ്ലാക്ക് ആണ്, മാറ്റ് ബ്ലാക്ക് ആണ്. അതെ അതെ. സി ഞാൻ എന്നെ തന്നെ പൊക്കി അടിക്കൊന്നും അല്ല, വേറെ ആരെങ്കിലും ഒക്കെ നോട്ടീസ് ചെയ്യൂടാ ഇതുപോലെ വണ്ടികൾക്കകത്തുന്ന ഡിഫറൻസ് ഒക്കെ. ഇല്ല. ചെയ്തവരാണ് നമ്മളെ ചെയ്തവരാണ് അതുപോലെ മറ്റേ ആ ഒരു ഇൻട്രസ്റ്റോടെ മറ്റേ എക്സ്ട്രീം പാഷനോടെ കുത്തിയിരിക്കുന്നവർ കുറെ പേരുണ്ട്. അപ്പോൾ അങ്ങനെ കുറെ പേർക്ക് കണ്ടുപിടിച്ചാണ്. നമ്മൾ യൂട്യൂബ് പക്ഷേ അതിനെ പറ്റി ഒന്നും പറഞ്ഞത് ഞാൻ വീഡിയോ ഇടില്ല. അപ്പോൾ നമ്മുടെ എക്സ്ക്ലൂസീവ് സാധനമായത്. അതേപോലെ പിന്നെ നമ്മുടെ ജോജു ജോർജിന്റെ സിനിമ പണി നമ്മൾ ഇനിയും കണ്ടിട്ടില്ല. പക്ഷെ അതിലും OTT കുറെ വന്നില്ല. കാലഘട്ടത്തിൽ വന്നില്ല കാരണം വെയിറ്റ് ചെയ്യും. എനിക്കന്ന് ആ സമയത്ത് എന്തുമായിരുന്നു, ഞാൻ വേറെ എന്തോ ഒരു കാര്യത്തിൽ തിരക്കാം. ഞാൻ ആ സമയത്ത് ഇറങ്ങി ഒരു സിനിമയും കണ്ടിട്ടില്ല എന്നുള്ള തിയേറ്ററിൽ പോയി. ആ ബേസിക്കലി ആ ഒരു ആഫ്റ്റർ കൊറോണ വന്നതിന് ശേഷം നമ്മളെല്ലാം മടിയന്മാരായി തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിൽ. യെസ്. പിന്നെ നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമകൾ നമ്മൾ പോയി കാണും, സമയമില്ലാതെ നമ്മൾ മിസ് ചെയ്തിട്ട് OTT പിടിക്കും. അതെ. അതുപോലെ തന്നെ 25-ലെ സാഡ് ന്യൂസ് എന്തൊക്കെയാ, ഔഡി ഓ ആർ യെസ്, ഔഡി വൺ മോർ R8 പോവാണ്. ബിഗ് ഓഡി. ഓഡി പക്ഷേ R8-ഉം പക്ഷെ അതൊരു മണ്ടത്തരമാണ്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അതിന്റെ ഇക്വലന്റ് ഹുറാക്കാനും അവന്റെ ഡോർ എല്ലാം നിർത്തുന്നുണ്ട്. പിന്നല്ലാതെ പിന്നെ പക്ഷേ കലറും നിർത്തുന്നുണ്ട്. അവർക്ക് അറ്റ്ലീസ്റ്റ് അതൊരു V6 ഹൈബ്രിഡ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇറക്കായിരുന്നു. ക്യാമറ ഓൾറെഡി ഇവിടെ പോയി. എല്ലാരും ക്യാമറോ അല്ല ക്യാമറോ EV ക്യാമറോ ക്യാമറ 2023 ആയപ്പോൾ തന്നെ ക്യാമറ പോയി. പിന്നെ ഡോഡ്ജ് ചാലഞ്ചറും ചാർജറും പോയി. അതെ. ഫെറാറി 812 പോകുന്നു. 812. യാതൊരു കാര്യം. പക്ഷെ ഒരു കാര്യം, അത് ഫെറാറിയെ ഞാൻ നമ്മൾ കളിയാക്കും മറ്റേ പണ്ട് വൈ ഡു യു നീഡ് മറ്റേ എയറോഡൈനാമിക്സ് വെൻ യു ഹാവ് എ ബെറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞവരാണ് പണ്ട് V12 ഉണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പോൾ V6 മാറി. അതൊരു ഫാമിലി SUV-ക്ക് V12 കൊടുത്തു. പക്ഷേ അതെ 0 to 100 ടൈമിങ് അല്ലെങ്കിൽ അവർ പെർഫോമൻസ് വൈസ് നോക്കിയാൽ V6 ആക്ച്വലി ബെറ്റർ ആണ്. ആഹാ. ഇപ്പോൾ ലാംബോഗിനിയുടെ കേസ് പറഞ്ഞാൽ ലാംബോഗിനി റെവൽട്ടൺ എന്നുള്ള വണ്ടി ബേസിക്കലി ഹൈബ്രിഡ് ആണ്, ഇലക്ട്രിക് അല്ല.
ആ സോ ഈ പറയുന്ന മറ്റ് മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ളവർ, അതായത് നമ്മുടെ അമേരിക്കൻ വി എച്ച് എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഹൈബ്രിഡ് സെറ്റപ്പിലോട്ട് പോകായിരുന്നു. ഇപ്പോൾ പൊല്യൂഷൻ എല്ലാം നല്ല രീതിയിൽ കുറഞ്ഞേനെ, അവർ പക്ഷെ അത് ചെയ്തില്ല. അതെ. യെസ്. പക്ഷേ പിന്നെ ഡോഡ്ജ് ജാഗ്വാറിന്റെ ഒന്ന് രണ്ട് ചാർജറും മോഡലുണ്ട്. ഡോഡ്ജിന്റെ അടുത്ത് ചാർജറും ചലഞ്ചറും തിരിച്ചു വരുന്നുണ്ട്. അതെ അതെ. എന്ന് വെച്ചാൽ വി എയ്റ്റിന്റെ അടുത്ത് ഉറപ്പില്ല, കാരണം പണ്ട് ആ ഒരു എന്താ പറയുക, നല്ല വി എയ്റ്റ്സ് ഒക്കെ ഇറക്കിയ ടൈമിലുള്ള, അതായത് 6.2 6.4 വി എയ്റ്റ് ഒക്കെ ഉണ്ടാക്കിയ ടൈമിലുള്ള സിഇഒ, പുള്ളിയുടെ പേര് എനിക്ക് കറക്റ്റ് കൊണ്ട് ഓർമ്മയില്ല, പുള്ളി ഇപ്പോൾ തിരിച്ചിവിടെ സിഇഒ ആയിട്ടുണ്ടെന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു സ്റ്റെല്ലാൻഡിസ് ഗ്രൂപ്പിൽ അത് ഈ വി എയ്റ്റ് ഒക്കെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ക്വാളിറ്റി ഇല്ലാത്ത എഞ്ചിൻസ് ഇറക്കിയ ആ ഒരു ടൈമിലെ സിഇഒ, പുള്ളിയുടെ ഐഡിയയിലാണ് ഇതെല്ലാം വി എയ്റ്റ് എല്ലാം വേണ്ടെന്ന് വെച്ചത്. പുള്ളി അവിടുന്ന് മാറിയിട്ടുണ്ട്, സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട്. അതെ. സോ ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വി എയ്റ്റ് കിട്ടും. പക്ഷേ എന്താ പറയുക, ഹറിക്കെയിൻ സീരീസ് എന്ന് പറഞ്ഞൊരു ഇൻലൈൻ 6 എഞ്ചിൻ വരുന്നുണ്ട്. ആ അതെ. പക്ഷേ പക്ഷെ ഒരു എന്താ പറയുക, ഒരു മസിൽ കാറിന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു വി എയ്റ്റ് എഞ്ചിനാണ്. യെസ്. ആ കാര്യത്തിൽ ഒന്നുമല്ലെങ്കിലും കുറച്ച് നാളുകൂടെ നമുക്ക് അമേരിക്കൻ മസിൽ. യെസ്, ആ കാര്യത്തിൽ ഒന്നിലും കുറച്ച് നാളുകൂടെ നമുക്ക് ഫോർഡ് അവർ കോമ്പറ്റീഷൻ ഇല്ലാണ്ട് പോകും. കാരണം പുതിയ മസ്റ്റാങ്ങിന് കോമ്പറ്റീഷൻ ഇല്ല, കാരണം അവർ വി എയ്റ്റ് ഇറക്കി. ഡാർക്ക് ഹോഴ്സ്. ഡാർക്ക് ഹോഴ്സ് വന്നു, വി എയ്റ്റ് വന്നു, ഇനിയിപ്പോൾ അതിന്റെ GTD എന്ന് പറഞ്ഞ വേർഷൻ വരുന്നുണ്ട്. അത് ട്രാക്ക് വേരിയന്റ് ആണ്. ട്രാക്ക് വേരിയന്റ് ആണ്. അതിന്റെ പേരിൽ ഒരാളെ സ്യൂ ചെയ്തു കേട്ടോ കമ്പനി. കാരണം GTDയുടെ ബോഡി കിറ്റ് ഒരു പുള്ളി വണ്ടി ഇറങ്ങുന്നതിന് മുന്നേ റെപ്ലിക്കേറ്റ് പുള്ളിയുടെ വണ്ടിക്ക് ഉണ്ടാക്കി. സാധാരണ എല്ലാവരും മറ്റേ പ്രശംസിക്കും, ഇത് പിന്നെ വണ്ടി ഇറങ്ങി തുടങ്ങിയിട്ടില്ല. ഫാക്ടറി നേരെ കൊണ്ട് പുള്ളിയെ സ്യൂ ചെയ്തു, പുള്ളി ആ ബോഡിക്ക് എല്ലാം അഴിച്ച് സ്റ്റോക്ക് ആക്കി വണ്ടി. പക്ഷെ അറ്റ്ലീസ്റ്റ് മസ്റ്റാഗ് ഒന്നും മറ്റ് കുഴപ്പങ്ങളൊന്നും പറയുന്നില്ല. അവരുടെ വണ്ടിയുടെ പേറ്റന്റ് ആയ ഡിസൈൻ അവർ ഇറക്കുന്നതിന് മുമ്പ് ചെയ്തതിന് മാത്രമേ അവർ കേസ് കൊടുത്തുള്ളൂ. ഇവിടെ ഫെറാറി മറ്റേ ഓണേഴ്സ് വണ്ടി റാപ്പ് ചെയ്തതിന് ഒരു കേസ് കൊടുത്ത ആളുകളാണ്. പിന്നെ എനിക്ക് പേഴ്സണലി EVയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് പണ്ട് ഇഷ്ടമില്ലായിരുന്നില്ല, ഇപ്പോൾ ദേഷ്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും എനിക്ക് ദേഷ്യമുള്ള ഒരു കാര്യമാണ്, എല്ലാവരും എമിഷൻ നോംസ് മീറ്റ് ചെയ്യണം. യെസ്, അതിന് പറ്റുന്ന രീതിയിൽ എഞ്ചിൻ നല്ല രീതിയിൽ പൈസ ആവും. പക്ഷേ അവരുടെ ഒരു നേച്ചർ, ഇപ്പോൾ മസിൽ കാഴ്സ് എന്നുള്ള വണ്ടിയുടെ ഒരു ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ V8 ആണ്. അല്ലെ ഓടി ഇപ്പോൾ ഹൈപ്പർ കാറൊക്കെ ആണ് EV ഇറക്കി കഴിഞ്ഞാലും ആ ഒരു പെർഫോമൻസ് കിട്ടുമെങ്കിലും ഓടി R8ന്റെ ഒക്കെ ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു V10 എഞ്ചിൻ അല്ലെ അതിന് മുട്ടുന്ന V8 എഞ്ചിനൊക്കെയാണ്. അവര് എഞ്ചിനെ വേണ്ടെന്നുള്ള രീതിയിലോട്ട് പോകുന്നതിനോടാണ് ഒരു നീരസമുള്ളത്. അവർക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാമായിരുന്നു. ചിലപ്പോൾ ഒരു ആസ് എ കോർപ്പറേറ്റ് കമ്പനി അവർ ആലോചിക്കുന്നതായിരിക്കും, ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു എഞ്ചിൻ ഇറക്കി കഴിഞ്ഞാൽ ഇനിയും ഫ്യൂച്ചറിൽ ആര് മേടിക്കും, അല്ലെങ്കിൽ മേടിക്കുന്നൊരു കുറവായിരിക്കത്തില്ലേ. കാരണം ഇതൊന്നും വോളിയം കാഴ്സ് അല്ലല്ലോ. വോളിയം കാഴ്സ് അല്ലാത്ത സ്ഥിതിക്ക് ബൈ ഓർഡർ മാത്രം വരുന്ന വണ്ടികൾക്ക് ഇത്രയും പൈസ ഇറക്കി കഴിഞ്ഞാൽ ആര് മേടിക്കും, അല്ലെ അവർക്ക് ആ മാർജിൻ കൊണ്ട് അവർക്ക് ആ ഒരു ലൈക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസയിൽ എന്തെങ്കിലുമൊക്കെ റിട്ടേൺ കിട്ടുമോ, ഇതൊക്കെയാണ് മെയിൻ പ്രശ്നം. ഡെയിലി യൂസ് കമേഴ്ഷ്യൽ ടൈപ്പ് വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ സുസുക്കിയുടെ ഒക്കെ പോലെ വെഹിക്കിൾസ് ഒക്കെ അതെ, ആണെങ്കിൽ പുതിയത് പണിത് ഇറക്കണേൽ സുസുക്കി ഇറക്കിയല്ലോ. സുസുക്കി ഇറക്കി. ബേസിക്കലി എനിക്ക് എഞ്ചിനോട് താല്പര്യമില്ല, കാരണം നമ്മുടെ ലെജൻഡറി K12 അവർ വേണ്ടെന്ന് വെച്ചാൽ Z12 എന്ന് പറഞ്ഞ 3 സിലിണ്ടറിലോട്ട് പോയി, 4 സിലിണ്ടറെല്ലാം മാറ്റി. പക്ഷേ അവർ അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു വെർഷൻ ഇറക്കി. പിന്നെ നമ്മളിപ്പോൾ അതിനെ കുറ്റം പറയും, വണ്ടിക്ക് പെർഫോമൻസ് കുറവാണ് പുതിയ സ്വിഫ്റ്റിന്റെ എഞ്ചിനെന്ന്. അവർ ബേസിക്കലി പുതിയൊരു ജനറേഷൻ വണ്ടി ഉണ്ടാക്കുന്നതിന് പകരം എന്ന് വെച്ചാൽ പുതിയ ജനറേഷൻ തന്നെ പഴയ ഷാസി ബേസ് ചെയ്തിട്ടാണ് പുതിയ പ്ലാറ്റ്ഫോം ആർക്കിടെക്ചറെല്ലാം ഇപ്പോഴത്തെ വണ്ടികളെല്ലാം വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അവർ ആ എഞ്ചിന് വേണ്ടി അത്രയും പൈസ ഇറക്കാനുള്ള വേറൊരു റീസൺ കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ അവർ കൂടുതലും പൈസ സേവ് ചെയ്യുന്ന EV ഇറക്കാനാണെങ്കിൽ പോലും അവർ അങ്ങനെ മൂവ് ചെയ്തതിന് വേറൊരു കാര്യമുണ്ട്, ഹൈബ്രിഡ് വേർഷൻ. അതായത് ടൊയോട്ടയുടെ കൂടെ കൊളാബ് ചെയ്തവരുടെ നെക്സ്റ്റ് ഹൈബ്രിഡ് എഞ്ചിൻ, പുതിയ ഹൈബ്രിഡ് ഒക്കെ വരുമ്പോൾ ഈ Z12 എന്നുള്ള എഞ്ചിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഹൈബ്രിഡ് സിസ്റ്റം എല്ലാം വരുന്നത്. സോ സ്വിഫ്റ്റിന്റെ ഒക്കെ ഹൈബ്രിഡ് വേർഷൻസ് ഇനി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. പിന്നെ 2025 ഇന്ത്യൻ മാർക്കറ്റ് വെച്ച് കുറെ വണ്ടികൾ വരും. അതായത് EVയിലും ഡീസലിലും, മീൻസ് ഡീസൽ വരില്ല, EVയിലും പെട്രോൾ വേർഷനിലും. നമ്മുടെ വിറ്റാറ, ഇലക്ട്രിക് വിറ്റാറ, നമ്മുടെ മാരുതിയുടെ SUV ഇലക്ട്രിക് ആയിട്ടുള്ള അത് ഇൻട്രസ്റ്റിംഗ്ലി 2 വേർഷൻ ഉണ്ട്. അത് 30 kWh ബാറ്ററി, അതായത് നമ്മുടെ റെഗുലർ റേഞ്ച് എന്ന് പറയുന്നത് അതൊരു 300 റേഞ്ച് കാണും. പിന്നെ 55 kWh, അതൊരു ഓൾമോസ്റ്റ് ഒരു 500 കിലോമീറ്റർ റേഞ്ച് കാണും. അതിൽ തന്നെ 2 സെറ്റ് ഓഫ് വേർഷൻ വരുന്നുണ്ട്, സിംഗിൾ മോട്ടറും ഡുവൽ മോട്ടറും. ഫ്രണ്ട് വീൽ ഡ്രൈവും വരുന്നുണ്ട്, ഓൾ വീൽ ഡ്രൈവും വരുന്നുണ്ട്. അതൊക്കെ നൈസായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ MGയുടെ കുറേ വണ്ടികൾ വരുന്നുണ്ട്. MG മിഫ 9 എന്ന് പറഞ്ഞൊരു ലക്ഷറി MPV വരുന്നുണ്ട്. പിന്നെ MGയുടെ ഒരു ബഡ്ജറ്റ് കാർ വരുന്നുണ്ടെന്ന് പറയുന്നു EV ആയിട്ട്. അതുപോലെ സൈബർ സ്റ്റാർ എന്ന് പറഞ്ഞ ഇലക്ട്രിക് സ്പോർട്സ് കാർ അത് വരുന്നുണ്ട്.
അതെ അതെ അതെ. പിന്നെ പുതിയ ഗ്ലോസർ വരുന്നുണ്ട്. കാരണം ഗ്ലോസർ എന്ന് പറഞ്ഞാൽ സായിക്കിൻ്റെ അടുത്തുള്ള മാക്സസ് എന്നുള്ള ബ്രാൻഡിൻ്റെ D90 എന്ന് പറഞ്ഞ എസ് യുവിൻ്റെ റീബാഡ്ജഡ് വെർഷൻ ആണ്. അല്ലെങ്കിൽ ചെറിയൊരു സ്കിൻ ചേഞ്ച് വന്ന അത് ഫ്രണ്ടൊക്കെ ചെറിയ മാറ്റങ്ങളെല്ലാം വന്ന വണ്ടിയാണ് നമുക്ക് കിട്ടിയ ഇന്ത്യ വന്ന ഗ്ലോസ്റ്റർ. യെസ്. അപ്പോൾ അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതെ. പിന്നെ MG4ന്റെ ആ EV യെസ്, അത് തന്നെ. അതും ആ മിഫ നമ്മളുടെ മറ്റേ ആ കിയാടെ കാരൻസിന്റെ കൂടെ കിയ കാരൻസ് അല്ലടാ, കോമ്പിനേഷൻ ആയിട്ട് കിയ ഇറക്കിയ കാരൻസ് അല്ല, വണ്ടിയാണ് കിയ കാർണിവൽ ടൊയോട്ട. എനിക്ക് മിക്കവാറും ടൊയോട്ട വെൽഫെയർ ആയിരിക്കും കോമ്പറ്റീഷൻ. ടൊയോട്ട വെൽഫെയർ. ഇത് അതെ ഇത് ഇലക്ട്രിക് ആണല്ലോ. അതെ, EV ആണ്. അതെ, ഇത് ഇപ്പൊ വരുന്ന എല്ലാ പക്ഷേ എൻ്റെ പിന്നെ ഒരു അല്ല, ആസ്ട്രോന്റെ ഇപ്പോൾ ഹൈബ്രിഡ്. MGയുടെ കേസിൽ ആസ്റ്റർ ഹൈബ്രിഡ് വരുന്നുണ്ട്. അല്ലാണ്ട് MGയുടെ കേസിൽ കുറേ വണ്ടി MG കൊമറ്റ് വന്നു, വിൻസർ എന്ന് പറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിൾ വന്നു, പിന്നെ ഇത് ഇസഡസ്. എനിക്ക് മൂന്ന് വണ്ടിയിൽ ആ എനിക്ക് പേഴ്സണലി മൂന്ന് പ്രൈസ് ആണെങ്കിൽ പോലും എനിക്ക് ഒരാൾ മേടിക്കുവാണെങ്കിൽ നല്ല ഫണ്ടൊക്കെ ഇട്ട് ഇസഡസ് വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം കുറ്റം പറയുമൊന്നുമില്ല, നമ്മുടെ MG കൊമറ്റ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഈ MGയുടെ വിൻസർ എന്ന് പറഞ്ഞാലും നമ്മുടെ സായിക്കിൻ്റെ അണ്ടറിലുള്ള വൂളിംഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വൂളിംഗ് എയറും വൂളിംഗ് ക്ലൗഡ് എന്ന് പറഞ്ഞ രണ്ട് വണ്ടികളാണ്. ആഹാ. MG ഇസഡസ് എന്ന് പറഞ്ഞാൽ അത് MG ഇസഡസ് തന്നെയാണ്. ഓക്കെ. ആ പ്രോപ്പർ MG ആണ്. അതായത് എന്നുവെച്ചാൽ സായിക്കിൻ്റെ അണ്ടർ തന്നെയാണെങ്കിലും പ്രോപ്പർ MG എന്നുള്ള ബ്രാൻഡിങ് തന്നെയാണ് വേൾഡ് മൊത്തം വന്നേക്കുന്ന വണ്ടി. പിന്നെ അതെ. പ്രത്യേകത കുറച്ച് ഫോക്സ് വാഗൻ നേച്ചർ ഉണ്ട് ആ വണ്ടിക്ക്. എന്താണെന്ന് വെച്ചാൽ ചൈനയിലും ഒക്കെ ചൈനയിലും അതുപോലെ എനിക്കൊന്ന് ഐ തിങ്ക് ഇവിടെ UK മെയിൻലി UK ഫോക്സ് വാഗൻ്റെ വണ്ടികൾ സായിക്കിൻ്റെ പ്ലാന്റിലാണ്. അവർ ഒരു പാർട്ണർഷിപ്പ് പോലെ ഒരു ചെറിയൊരു ജോയിൻ വെഞ്ചർ പോലെയാണ് അവർ പ്രൊഡക്ഷൻ നടത്തുന്നത്. ആഹാ. അതുകൊണ്ട് കുറേ ഫോക്സ് വാഗൻ്റെ ബിറ്റ്സ് നമുക്ക് MGയിൽ കിട്ടും. എക്സാമ്പിൾ അതിൻ്റെ നമ്മുടെ ബൂട്ടിലിട്ട് ഓപ്പണർ, അതായത് ആ ലോഗോ പിടിച്ച് ഫ്ലിപ്പ് ചെയ്തിട്ടാണ് വണ്ടി തുറക്കുന്നത്, മറ്റേ ഫോക്സ് വാഗൻ അതെ അതെ അതെ. പോളോയിലുള്ള പോലെ. ഈ യെസ് യെസ്. എ ഇപ്പൊ സി പുതിയ വെൻസ്, ഗോൾഫും അത് അതുപോലെയാണ്. തന്നെ AC വെൻസ്, അത് ആക്ച്വലി നമ്മുടെ Audi A3 ബൂട്ടാണ്. അതെ. ആ. അതുപോലെ അകത്തെ ഒരു മൊത്തത്തിൽ സ്റ്റിയറിംഗ് വീലെല്ലാം ഒരു ഫോക്സ് വാഗൻ നേച്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഓവറോൾ ക്വാളിറ്റി വണ്ടിക്ക് ആക്ച്വലി ബെറ്റർ ആണ് ഭയങ്കരമായിട്ട്. ഓക്കെ. കാരണം മറ്റേ ഇനിഷ്യലി ഒട്ടും റേഞ്ച് ഇല്ലാത്ത, അതായത് നെക്സോണിയൊക്കെ ഇനിഷ്യൽ വന്നപ്പോൾ അധികം റേഞ്ച് ഇല്ലാത്ത വണ്ടികളൊക്കെ വന്ന ടൈമിൽ എന്ന് വെച്ചാൽ ആ ടൈം എന്ന് വെച്ചാൽ ഒരു ഇയർലി അഡോപ്ഷൻ ടൈം നല്ല വണ്ടികളിൽ ഇപ്പോഴത്തെ ഇല്ല. അന്ന് ഇംപ്ലിമെൻറ്റിങ് കോസ്റ്റ് അത്യാവശ്യം നല്ലോണം ഉണ്ട്. അതുകൊണ്ട് വണ്ടികൾക്ക് വില കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു യൂസബിൾ എന്താ പറയുക എന്ന് വെച്ചാൽ ഡെയിലി സിറ്റിക്കകത്ത് കമ്മ്യൂട്ട് ചെയ്യാനുള്ള വണ്ടികളുണ്ടെങ്കിൽ പോലും ഒരു ഹൈവേ റണ്ണിനൊന്നും പറ്റിയ വണ്ടികളില്ല. ചാർജിങ് പോയിന്റുകൾ കുറവ്. ആ സമയത്തും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നതിൻ്റെ കൂട്ട് അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഭേദം എന്നുള്ള രീതിയിൽ MG ഇസ്രസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് അതെ അതെ. എനിക്ക് അതുകൊണ്ടൊക്കെ ആ വണ്ടിയോട് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഇന്ത്യൻ സിനാരിയോയിലുള്ളതിൽ. യെസ് യെസ്. പിന്നെ എന്തൂസിയാസ്റ്റുകൾക്ക് സന്തോഷമാണ് ബേസിക്കലി, എന്നാൽ അഫോർഡബിൾ ആയിരിക്കില്ല. എങ്കിലും ഗോൾഫ് GTI ഇന്ത്യ വരുന്നുണ്ട്. യെസ് യെസ്. OG ദ പോളോടെ ഡാഡി. പോളോയുടെ ഡാഡി എന്ന് പറയാൻ പറ്റില്ല, അത് വേറൊരു പതിപ്പാണ്. പോളോ എന്ന് പറയാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ പോളോ ബേസിക്കലി നമ്മുടെ ഒരു എന്താ പറയുക വെൻഡോ പോളോ അതെന്ന് വെച്ചാൽ ഒരു ഡെവലപ്പിംഗ് മാർക്കറ്റ്സ് വേണ്ടിയൊക്കെ ഉണ്ടാക്കിയ ഒരു വണ്ടി പോലാണ്. ഇതെന്ന് വെച്ചാൽ അതെ അവരുടെ അതെ. ജെറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഹാച്ച് ബാക്ക് ആണ് ഗോൾഫ്. പിന്നെ യെസ് നമ്മുടെ യെസ്. നാട്ടിൽ വരുന്ന 2 ലിറ്റർ TSI ആയിരിക്കും മിക്കവാറും. 2 ലിറ്റർ അല്ലെ ഉം. 1.8 TSI ആവാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ പ്രൈസിങ് ഒരു AMG A45ൻ്റെ ഏകദേശം കോമ്പറ്റീഷൻ ആയിരിക്കും. 48-45 lakhs ആ റേഞ്ച് വരും. കാരണം കംപ്ലീറ്റ് CBU ആ. അതെ. പിന്നെ ഇപ്പൊ വരുന്ന ലേറ്റസ്റ്റ് ഗോൾഫിൽ എത്രയാ മറ്റേ 2 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ ആണല്ലോ അതെ ഇന്റർനാഷണൽ വേരിയന്റ്. അതെ. പിന്നെ ഒരു കാര്യത്തിൽ അതെ വേറെ കാര്യമുണ്ട്. പണ്ട് മറ്റേ നമ്മുടെ ഫോക്സ് വാഗൻ പോളോ GTI കൊണ്ടുവന്നതിൻ്റെ ഇട്ടത്തെ മൂവ്മെന്റ് ആയിരിക്കില്ല. കാരണം പോളോ GTI എന്ന് വെച്ചാൽ അവർ 90 വണ്ടി കൊണ്ടുവന്നു പറഞ്ഞാൽ ടോട്ടൽ ഒരു 500 വണ്ടി അങ്ങോട്ട് ഇന്ത്യ കൊണ്ടുവന്നു. ഉം. എൻ്റെ ബുക്കിംഗ് ആവുന്നതിന് മുമ്പ് വണ്ടി കൊണ്ടുവന്നു. അപ്പോൾ അതെ. വണ്ടി പ്രൈസ് ചെയ്തിരുന്നത് 35 lakhs-നാണ്. Yes. അപ്പോൾ അന്ന് ആർക്കും അത് വേണ്ടാണ്ടായി. അവർ പ്രൈസ് ആദ്യം ഒന്ന് കുറച്ച് 25 ആക്കി. അല്ല 33 ആയിരുന്നു, 25 ആക്കി. അപ്പോഴും അധികം ആരും ഒന്നും മേടിച്ചില്ല, ഒന്നോ രണ്ടോ ബൈസ്. അപ്പോൾ ഇത് എങ്ങനെ ഇവർക്ക് ഇൻവെന്ററി ക്ലിയർ ചെയ്യണമെന്നുള്ള രീതിയിൽ അവർ 18 lakhs 16 lakhs സംതിങ് എന്തോ അത്രയും ഒരു പ്രൈസ് ഡ്രോപ്പിന് കൊണ്ട് വണ്ടി പ്രൈസിങ് വെച്ചു. എല്ലാം വിറ്റുപോയി. Oh, nice. പക്ഷേ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ഒരു മെജോറിറ്റി 80% വണ്ടികളും വിറ്റേക്കുന്ന കേരളത്തിൽ തന്നെയാണ്. ഉം. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ആ വണ്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അത് യൂസ്ഡ് മാർക്കറ്റിൽ കാണാൻ കുറവാണ്. ഉണ്ടേ തന്നെ ഒരു 10,000-70,000 കിലോമീറ്റർ 50,000 കിലോമീറ്റർ ഓടിയതിനു ശേഷം ഇപ്പോൾ അത് 25 lakhs ഒക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. അതെ അതെ. ഇത് പക്ഷെ അങ്ങനത്തെ ഒരു അബദ്ധം പറ്റത്തില്ല. ഇത് മറ്റേ ബിൽഡ് ബൈ ഓർഡർ എന്നുള്ളൊരു പരിപാടിയാണ്. ഉം. അത് ബുക്കിംഗ് അനുസരിച്ച് വണ്ടികൾ ഇമ്പോർട്ട് ചെയ്തോളൂ. Okay.
നമ്മുടെ AMG A45 ഒക്കെ നമ്മുടെ നാട്ടിൽ വരുന്നതിൻ്റെ കൂട്ട് തന്നെ CPU ഫുള്ളി CPU. ഇതേ സെയിം സിസ്റ്റത്തിലാണ് പണ്ട് ഫോക്സ് വാഗൻ്റെ ടീറോക്കും നമ്മുടെ സ്കോഡ കരോക്കും ഇന്ത്യ വന്നിരുന്നത്. ഇത് രണ്ടും ലിമിറ്റഡ് എഡിഷൻസ്. ലിമിറ്റഡ് എഡിഷൻ അല്ല, ബിസിനസ് CB ആയതുകൊണ്ട് കുറച്ച് എന്ന് വെച്ചാൽ റൂളുണ്ട്. 2000 വണ്ടികൾ അങ്ങനെ ടോട്ടൽ കൊണ്ടുവരാൻ പറ്റും, അങ്ങനത്തെ ഒരു റൂളുണ്ട്. ആ പണ്ട് അങ്ങനെ ഇങ്ങനെ കുറച്ച് വണ്ടികൾ നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ അതുകൊണ്ട് കിട്ടി. അറ്റ്ലീസ്റ്റ് ഫോക്സ് വാഗൻ അത് ചെയ്തു. ഫോർഡിന് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ട് അവർ ചെയ്തില്ല. അതുകൊണ്ടൊക്കെ ഫോർഡ് നിർത്തിപ്പോയി. കുറച്ച് വിഷമമുണ്ട്, കാരണം നല്ല ബ്രാൻഡാണ്. കാരണം നമ്മൾ ഓടിച്ചിട്ടുണ്ട് വണ്ടി നമ്മുടെ ഫോർഡ് ഫ്രീസ്, അതും ഫ്രീസ് മറ്റേ പഴയ ഫോർഡ് ക്വാളിറ്റി ഒന്നും ഇല്ലെന്ന് പറയുന്ന ഒരു വണ്ടിയാണ് ഫോർഡിൻ്റെ ഫ്രീസെയിലോ അല്ലെങ്കിൽ ആസ്പെർ എന്നൊക്കെ പറയുന്നത്. ഡെവലപ്പിംഗ് മാർക്കറ്റ്സിന് വേണ്ടി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഇപ്പോൾ പാർട്സ് കിട്ടാൻ കുറച്ച് പാടാണ്. എക്കോ സ്പോർട്ടിൻ്റെ തൊട്ടല്ല, കുറച്ച് പാടാണ് കിട്ടാൻ. എങ്കിൽ പോലും ഫ്രീ അതിൽ എന്താ പറയുക, അതിന് പെട്രോൾ അത്ര പറയാൻ മാത്രമുള്ള എഞ്ചിനല്ല. കാരണം ആ 1.2 ലിറ്റർ 3 സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അത്ര കിടിലെന്ന് പറയുന്നില്ലേ പോലും ആക്ച്വലി നല്ല ഡീസൻറ്റ് എഞ്ചിനാണ്. ഫ്യൂൽ എഫിഷ്യൻസി ഇല്ലെന്നേ ഉള്ളൂ, ഓടിക്കാൻ നല്ല രസമാണ്. മറ്റൊരാൾ നമുക്ക് പെട്രോൾ സ്പോൺസർ ചെയ്യേണ്ടി ഓടിച്ചെടുക്കാൻ നല്ല അടിപൊളി വണ്ടിയാണ്. കംഫർട്ട്, നല്ല റൈഡിങ് കംഫർട്ട് ഉണ്ട്, നല്ല ഹാൻഡ്ലിംഗ് ഉണ്ട്, നല്ല ഡൈനാമിക്സ് ഉണ്ട്. അത്യാവശ്യം നല്ല ഡൈനാമിക്സ് ഉണ്ട് വണ്ടിക്ക്. ബ്രേക്സ് നല്ലതാണ്. അതെ. വേറെ എന്തൊക്കെയാണ് പുതിയ കാർസ് വരുന്നത്? കാർസ് ഇൻട്രസ്റ്റിംഗ്ലി നമ്മുടെ പുതിയ VRS വരുന്നുണ്ട്, ഒക്ടേവിയ VRS 2 ലിറ്റർ TSI ആയിരിക്കും. അതുപോലെ റെഗുലർ ഒക്ടേവിയ വരുന്നുണ്ട്, പുതിയ സൂപ്പർബ് വരുന്നുണ്ട്. ഇതൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്, വന്നാൽ നല്ലത്. പിന്നെ സ്കോഡയുടെ ഒരു സബ് 4 മീറ്റർ SUV വരുന്നുണ്ട്. അത് നമ്മുടെ ഒരു വെന്യൂ സോണറ്റിൻ്റെ ഒക്കെ സെഗ്മെന്റിൽ സ്കോഡ കൈലാക്ക് അങ്ങനെയാണ് ബ്രാൻഡിന്റെ നെയിമിങ് വന്നേക്കുന്നത്. യെസ്, അതിലെന്തെങ്കിലും ഒരു വണ്ടി ഒരു മലയാളിക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഒരു മലബാർ ബേസ്ഡ് ആയിട്ടൊരു പുള്ളിയാണ്. പുള്ളിയുടെ പേര് കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അന്ന് സ്കോഡ ഒരു ക്യാമ്പയിൻ വെച്ചായിരുന്നു, നല്ല നെയിം സജസ്റ്റ് ചെയ്യുക, അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന നെയിം പറയുന്ന ആരാണോ അവർക്കൊരു ഈ വണ്ടി റിലീസ് ചെയ്യുമ്പോൾ അത് ഡെലിവറി തുടങ്ങുമ്പോൾ ഒരു വണ്ടി പുള്ളിക്ക് ഫ്രീ ആയിരിക്കുമെന്ന്. K തുടങ്ങണം Q തരും, കാരണം അവരുടെ SUV നോമൻക്ലേച്ചറിൽ അങ്ങനെയാണ്. കരോക്ക്, കമീക്ക്, പിന്നെ കോഡിയാക്ക്, കുഷാക്ക്. അപ്പൊ പുള്ളി കൈലാക്ക് എന്നുള്ള നെയിം സജസ്റ്റ് ചെയ്തു, കാരണം അതിന്റെ മീനിങ് കണ്ണാടി മിറർ എന്നുള്ളൊരു മീനിങ് ആണ് അതിന് വരുന്നത്. വേറെ ഏതൊരു ലാംഗ്വേജിലാണ് കൈലാക്ക് എന്നുള്ള സാൻസ്ക്രിറ്റ് ആണെന്ന് തോന്നുന്നു കൈലാക്ക് എന്നുള്ളത്. ആ നെയിം അവർ ചൂസ് ചെയ്തത് കൊണ്ട് തന്നെ ആ പുള്ളിക്ക് വണ്ടി ഫ്രീ ആയിട്ട് കിട്ടും. 1 ലിറ്റർ അല്ല, അത് മാത്രമേ ഉള്ളൂ. അത് 1 ലിറ്റർ TSI മാത്രമേ കാണത്തുള്ളൂ. അതിനകത്ത് 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടറും കാണും, 6 സ്പീഡ് മാനുവലും കാണും. ഇൻട്രസ്റ്റിംഗ്ലി നമ്മുടെ കുഷാക്കിന്റെ ഒക്കെ 1.5 TSI ഇല്ലേ, നമ്മുടെ 7 സ്പീഡ് DQ200 DSC ഗിയർ ബോക്സ് വരുന്ന വണ്ടി, അതിനൊരു അപ്ഡേറ്റഡ് ട്രാൻസ്മിഷൻ കിട്ടും എന്ന് പറയുന്നുണ്ട്. അതായത് 2025 ആ 7 സ്പീഡ് DSCനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ വരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ ഫോക്സിന്റെ പുതിയ വണ്ടി ആളുകൾ കളിയാക്കുന്ന ഇങ്ങനെയാണ്, 1 ലിറ്റർ വെർഷൻ പറയുന്നത് എഞ്ചിൻ റിലയബിൾ അല്ല, ട്രാൻസ്മിഷൻ റിലയബിൾ ആണ്. കാരണം ടോർക്ക് കൺവേർട്ടർ ആണ്, റിലയബിൾ ട്രാൻസ്മിഷൻ ആയിട്ട്. 1.5 പറയുന്നത് എഞ്ചിൻ റിലയബിൾ ആണ്, ട്രാൻസ്മിഷൻ ഒട്ടും റിലയബിൾ അല്ല. കാരണം DQ200 കുറെ ഫെയിലായ കേസുണ്ട്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഞാൻ പറയാം, എൻ്റെ ഒരു അങ്കിളിൻ്റെ ഒരു ഫോക്സ് വാഗൻ ആമിയോ 1.5 ഡീസൽ ഉണ്ട്, ബ്രൗൺ വണ്ടി. നീ കണ്ടിട്ടുണ്ടത്? 1.5 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, DSC ആണ്. അത് ഈ പറഞ്ഞ സെയിം DQ200 ആണ്. എല്ലാവരും പറഞ്ഞ ആമിയോയിലെ ദ 1.2 എന്ന് പറഞ്ഞ വേർഷൻ അതാണ്. ആ 1.5 ഡീസൽ ഓട്ടോമാറ്റിക് മാത്രമേ എല്ലാവരും ദ 1.2 എന്ന് പറയുന്നുള്ളൂ. ഞാൻ ഓടിച്ചിട്ടുണ്ട് ആ വണ്ടി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 86,000 കിലോമീറ്ററോളം ക്ലോക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി. പുള്ളിക്ക് ആ വണ്ടിക്ക് പൊതുവെ ആ ഒരു വണ്ടിക്ക് പറയുന്ന കംപ്ലൈൻസ് എന്ന് വെച്ചാൽ, കോമൺ പറയുന്നത് വെച്ചാൽ, ഒന്ന് ട്രാൻസ്മിഷൻ DQ200 ആയതുകൊണ്ട് അത് ഫെയിലർ ആവുന്ന ആളുകൾ പറയുന്നുണ്ട്. പിന്നെ എല്ലാ ജർമ്മൻ വണ്ടിയെ പോലെ ഫോക്സ് വാഗൻ ഫേമസ് ആയിട്ടുള്ള വേറെ കംപ്ലൈന്റ് ഉണ്ട്, ABS സെൻസർ. പുള്ളി അത്യാവശ്യം നീറ്റായിട്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കണം. പുള്ളിയുടെ ഇതുപോലെ റീപ്ലേസ്മെന്റ് വന്നായിരുന്നു, അത് കമ്പനി തന്നെ റീപ്ലേസ്മെന്റ് കൊടുത്തു, വാറണ്ടിയിലായതുകൊണ്ട്. അപ്പൊ ഇപ്പൊ ആ റീപ്ലേസ്മെന്റ് കിട്ടിയെന്ന് വെച്ചാൽ ബെൽജിയം മെയ്ഡ് സെൻസറാണ്. അതിപ്പോ വണ്ടിയിൽ കയറിയിട്ട് ഓൾമോസ്റ്റ് ഒരു 3 years ആയി. വണ്ടി എടുത്ത 2017 ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സിനാരി വെച്ച് നോക്കിയാൽ 2021 എന്തോ ആണ് അതിന് റീപ്ലേസ്മെന്റ് ആയിട്ട് അത് കിട്ടിയത്. അതായത് ഒരു 4 കൊല്ലം വരെ അത് കമ്പനി വന്നത് ലാസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ അത് മാറ്റി കൊടുത്തത്.
അതെ. അപ്പോൾ ബെൽജിയം മെയ്ഡ് സെൻസർ വെച്ചവർക്ക് അത് ഈ കമ്പനി പ്രോപ്പർ കമ്പനി മെയിൻ്റെ വണ്ടി ബെൽജിയം സെൻസേഴ്സ് വന്ന വണ്ടികൾക്കൊന്നും ഈ പറഞ്ഞതിൻ്റെ തൊട്ട് പിന്നീട് ഇഷ്യൂ റിപ്പോർട്ടഡ് ആയിട്ട് അത് ഞാൻ കേട്ടിട്ടില്ല. ഉം. പിന്നെ പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ DST മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെ ട്രാൻസ്മിഷൻ എല്ലാം പുള്ളി എന്താ പറയുക കാത്തു സൂക്ഷിക്കുന്നുണ്ട്, അത് ഓക്കെ. പ്രിസർവ് ചെയ്യുന്നുണ്ട്, ആ ഒരു വലിയ ഇഷ്യൂ ഒന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ 86,000 വണ്ടിക്ക് ട്രാൻസ്മിഷന് വലിയ ഇഷ്യൂ ഒന്നും ഇല്ല. അതെ. 86K എന്ന് പറഞ്ഞാൽ നമ്മുടെ സെലേറിയോ അല്ലെങ്കിൽ നമ്മുടെ 1 ലിറ്റർ മാരുതികളുടെ എല്ലാം AMD, ഇപ്പോഴത്തെ AMD അല്ല, ഇപ്പോഴത്തെ നമ്മളങ്ങനെ കേട്ടിട്ടില്ല, തൊട്ടുമുമ്പത്തെ മോഡൽ AMDകളെല്ലാം ഫെയിലിയർ ആവുന്ന ഒരു ടൈമാണ്. AMD അത്യാവശ്യം റിലയബിൾ ആണെങ്കിൽ പോലും ആഹാ. ഇത് ബേസിക്കലി ഇത്രേ ഉള്ളൂ. നമ്മളെല്ലാവരും എവിടെയൊക്കെ ഓട്ടോമാറ്റിക് കൊണ്ട് പോകണ ഡ്രൈവിലിട്ട് നമ്മൾ ട്രാഫിക്കിലൊക്കെ വരുമ്പോൾ ഡ്രൈവ് ഇട്ട് നമ്മൾ ബ്രേക്ക് ഔട്ട് പിടിക്കും. അതെ. അപ്പോൾ ക്ലച്ച് ഓവറായിട്ട് യൂസ് ആവുന്നുണ്ട്. കാരണം ടോർക്ക് കൺവേർട്ടർ അല്ല, ടോർക്ക് കൺവേർട്ടറും CVT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ടോർക്ക് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പെർട്ടിക്കുലർ ട്രാൻസ്മിഷനാണ്, ഒരു പെർട്ടിക്കുലർ വർക്കിംഗ് രീതിയാണ് ആ വണ്ടിക്ക്. ഹൈഡ്രോളിക് കപ്ലിംഗ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്, ഓരോ വീഡിയോസിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. ആ. അപ്പോൾ അതിന് വലിയ കുഴപ്പമില്ല, കാരണം അത് അത്യാവശ്യം നല്ല റോബസ്റ്റ് ആണ്. പണ്ട് തൊട്ടുള്ള കാരണം പണ്ട് തൊട്ടേ ഓട്ടോമാറ്റിക് എന്നുള്ള സാധനം തുടങ്ങിയത് ടോർക്ക് കൺവേർട്ടർ ആണ്. CVT ഓക്കെ. പറയുമ്പോൾ നമ്മുടെ ആക്ടിവയുടെ ഒക്കെ ട്രാൻസ്മിഷൻ സിസ്റ്റമാണ്, മറ്റേ ബെൽറ്റ് രണ്ട് കപ്പിളും രണ്ട് പുള്ളിയും കാണും, നടുക്കൊരു ബെൽറ്റും കാണും. ഉം. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ട്രാഫിക്കിലൊക്കെ ആക്റ്റീവ് ഓഫ് ചെയ്യാറില്ല, നമ്മൾ ആക്റ്റീവ് ഒക്കെ വേണം ബ്രേക്ക് പിടിച്ച് നിൽക്കത്തേ ഉള്ളൂ, നിർത്തത്തേ ഉള്ളൂ വണ്ടി. അതെ. അതുകൊണ്ട് അതിനും കുഴപ്പമില്ല. AMDയും DSCക്കുമാണ് ഇങ്ങനത്തെ പ്രശ്നം. കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ടും ബേസിക്കലി മാനുവലാണ്. ഉം. AMD എന്ന് പറഞ്ഞ ഒരു റെഗുലർ മാനുവലിനെ ഇലക്ട്രോണിക് ആക്ച്വേറ്റേഴ്സ് വെച്ച് DSC ആക്കി, മീൻസ് ഓട്ടോമാറ്റിക് ആക്കിയേക്കുവാണ്. ഓട്ടോമേറ്റഡ് ആണ് വണ്ടി. DSC എന്ന് പറഞ്ഞാൽ അതെ. അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ 2 AMD ട്രാൻസ്മിഷൻ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് വെച്ചേക്കുവാണ്. അതായത് ഈവൻ ഈവൻ ഗിയർ റേഷ്യൂസ്, അതായത് 2 4 6 ഉം. ഒരു AMDയിലും, മറ്റേ ഓഡ് നമ്പേഴ്സ്, അതായത് 1 3 5 7 സ്പീഡ് ആണെങ്കിൽ അത്, 6 സ്പീഡ് ആണെങ്കിൽ 1 3 5. അപ്പോൾ ഇത് രണ്ട് ഓഡ് ഗിയറേഴ്സും ഈവൻ ഗിയേഴ്സും 2 ട്രാൻസ്മിഷനായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് രണ്ടും കമ്പൈൻ ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് ബേസിക്കലി ഒരു AMD പോലാണ്. അപ്പോൾ ഈ വണ്ടികളൊക്കെ ഡ്രൈവ് ഇട്ട് നമ്മൾ ട്രാഫിക്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ക്ലച്ച് ബേസിക്കലി അവിടെ നിന്ന് എന്താ പറയുക ഇതാണ് വർക്കിങ്ങിലായിരിക്കും. അതെ. അതായത് നമ്മൾ മറ്റേ നമ്മുടെ ഗിയർ മാനുവൽ വണ്ടി ഗിയർ ഇട്ട് ക്ലച്ച് പതുക്കെ ഡിസെൻഗേജ് ചെയ്ത് ബ്രേക്ക് ഔട്ട് പിടിക്കും, മറ്റേ വൈബ്രേറ്റിംഗ് പോയിന്റ് ഇറന്ന പരിപാടി. ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് വണ്ടി നീങ്ങും, ബ്രേക്ക് ഔട്ടേ വണ്ടി നിൽക്കും, വണ്ടി ഓഫ് ആയി പോകത്തില്ല. അതെ. അപ്പോൾ ക്ലച്ച് ഓവറായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഈ ടൈമിൽ മൊത്തം. അതുകൊണ്ടാണ് ഇത് ഫെയിലായി പോകുന്നത്. പുള്ളി ട്രാഫിക്കിൽ പോയി കഴിഞ്ഞാൽ അന്ന് ഞാൻ ഓടിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഇതില്ല ട്രാഫിക് വരുമ്പോൾ D ഇട്ട് വെക്കണ്ട, ബ്രേക്ക് ഔട്ട് ഇടുക, ബ്രേക്ക് ഔട്ടോ അല്ല ബ്രേക്ക് ചെയ്ത കാലത്തോ കുഴപ്പമില്ല, എന്നിട്ടേ വണ്ടി ഇതുപോലെ ട്രാഫിക് വരുമ്പോൾ നിർത്താവും. ഓക്കെ. അപ്പം ഞാനത് കേട്ട് കൊച്ചിയിൽ നിന്ന് ഇവിടെ ഓടിച്ചു വന്ന വണ്ടി എന്താ പറയുക, പുള്ളി അത് ആ ഒരു ഇത് തന്നുകൊണ്ട് ഞാൻ പിന്നീട് നോർത്ത് ഈസ്റ്റ് പോയി മറ്റേ MG ഹെക്ടർ അതിൻ്റെ 1.5 ലിറ്റർ DCT വെർഷൻ ഓടിച്ചപ്പോഴും ഞാൻ ഇത് പ്രൊസീജിയർ ഫോളോ ചെയ്തു. അവിടെ നല്ല മറ്റേ ഡാമിൻ്റെ വർക്ക് നടക്കുമ്പോൾ നല്ല ട്രാഫിക് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വണ്ടിയിൽ ഇത് തന്നെ ന്യൂട്രൽ ഇട്ട് വെയിറ്റ് ചെയ്യും, മറ്റേ എന്താ പറയുക ആ വണ്ടി മുമ്പ് D ഇടും. അത് നമ്മൾ മാനുവൽ വണ്ടി കൊണ്ട് ട്രാഫിക് ഇരിക്കുന്നതിൻ്റെ തൊട്ട് ന്യൂട്രലിടും ഗിയറിടും ന്യൂട്രലിടും സെയിം പരിപാടി. അതെ. അത് ആക്ച്വലി നല്ല പ്രാക്ടീസാണ്. DCTയും AMD 2 ട്രാൻസ്മിഷനുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നല്ല പ്രാക്ടീസാണ്. ഉം. പിന്നെ എങ്ങനെയുണ്ട് ബാംഗ്ലൂരിലെ ട്രാഫിക് ഒക്കെ എങ്ങനെയുണ്ട്? ഓ, പിന്നെ ക്ഷമ എന്ന് പറഞ്ഞ കാര്യം ഇവിടെ വന്ന് പഠിച്ച് ഇല്ലിപ്പടയിൽ ഇരിക്കുകയാണ്. ബാംഗ്ലൂരിലെ ട്രാഫിക് ആണ്. അതെ, അതുകൊണ്ട് 10 സെക്കൻഡ് സിറ്റീസെല്ലാം നല്ല ലിമിറ്റ് ട്രാഫിക്കാണ്. ഒരു പിന്നല്ലേ. പിന്നെ എങ്ങനെയാണ് നമ്മുടെ എക്സോട്ടിക് വണ്ടികളൊക്കെ സ്പോട്ട് ചെയ്യാറുണ്ടോ? പിന്നല്ലാതെ ഇപ്പൊ ഇന്ന് രാത്രി വെളിയിൽ കഴിക്കാൻ പോയി. ഇവിടെ വെളിയിൽ വന്നപ്പോ ഒരു ഗറാജിന്റെ ഉള്ളിൽ ഒരു പോർഷെ കേമാനസ് വൈറ്റ് കളറിലൊരെണ്ണം നിൽക്കണ കണ്ടായിരുന്നു. ഓ എന്റെ ഉം. മോനെ, ഒരു വൈറ്റ് പോർഷെ കേമാനസും പിന്നെ അപ്പുറത്ത് 3 days ബിഫോർ ഒരു ലാംബോർഗിനി കുട്ടക്കാൻ പോകും. ഞാൻ നിന്നോട് പറഞ്ഞില്ല, ഞാൻ ഒരു തവണ നമ്മുടെ കുറ്റിത്തെരുവല്ലല്ലോ, നമ്മുടെ മറ്റേ ജംഗ്ഷൻ ഉണ്ടല്ലോ, വവോക്കാവ് ജംഗ്ഷൻ, കരുനാപ്പള്ളി, യെസ്. അതെ. അവിടെ ഓട്ടോ കാത്ത് നിന്ന സമയത്ത് കുറച്ച് എക്സോട്ടിക് വണ്ടികൾ പോയി. അതെ. ഒന്നെന്ന് വെച്ചാൽ കേരളത്തിലെ ഫസ്റ്റ് ഉറൂസ്, മറ്റേ വീഡിയോ എല്ലാം കണ്ട ബ്ലൂ വണ്ടി, ആ. യെസ്, യെസ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇതും പോകുന്നുണ്ടായിരുന്നു, ഒരു ഏത്? പോർഷെ 911. 911. അതെ. ഈ രണ്ട് വണ്ടിയുടെ പോകുന്നുണ്ടായിരുന്നു. സെയിം ഡേ തന്നെ ഞാൻ കായംകുളം സ്റ്റാൻഡ് പോകുന്ന വഴിക്ക് ഒരു പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് റൈലിലോട്ട് ട്രെയിനൊക്കെ ഉണ്ട്.
ഇവിടുന്ന് അടൂർന്ന് വരുമ്പോൾ. അപ്പോൾ അവിടെ ഒരു പോർഷെ കൈമാൻ റെഡ് കളർ കൈമാൻ GT4. ഓ നൈസ്. അത് നൈസായിരുന്നു. അതിന് സെയിം ഡേ തന്നെ ഞാനൊരു നമ്മുടെ നമ്മുടെ ബോക്സി റേഞ്ച് റോവർ ഇല്ലേ, സോറി നമ്മുടെ ബോക്സി ലാൻഡ് റോവർ വോഗ് ഇല്ല, മറ്റേ നമ്മുടെ ഫുൾ ഇല്ല സ്ക്വയർ ബോക്സ് പോലത്തെ എന്ന് വെച്ചാൽ അത്ര പഴയ ഒരു 2008, 9, 10 ടൈമിലെ വണ്ടി. മനസ്സിലായി. അതൊരു ബ്ലാക്ക് അതെ. വണ്ടിയും പോകുന്നുണ്ട്. ഓ പിന്നെ സ്പോട്ട് ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. സിറ്റി പോയാൽ നല്ല വണ്ടികൾ കാണും. പറഞ്ഞ ഇവിടൊക്കെ ഈ ഒരു നൂറിനാട് ആ ഒരു പോർഷൻ അവിടെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ നോക്കി നിന്ന സമയത്ത് ഒരു ഒരു ബ്ലൂ കളറ് റോൾസ് റോയ്സ് ഗോസ്റ്റ് നൈസ്. കീടലം വണ്ടി ജെറ്റ് പോകുന്നതിൻ്റെ ഇട്ട് പോയെന്നുള്ളതാണ്. അതും ഒരു ബെൻഡായികയും കൂടെ, ബെന്റ്ലി ബെൻഡായികയും കൂടെ. അത് രണ്ടും എനിക്ക് തോന്നുന്നു ഒരാളുടെ വണ്ടിയാന്ന് തോന്നുന്നു, കാരണം ഒരുമിച്ചാണ് പോയത്. കാർ സ്പോട്ടിങ് എല്ലാം രസമാണ്. പിന്നെ വിഷയം എന്താ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ കാറും ഇങ്ങനത്തെ ലക്ഷറി കാറുകളും ഇതെല്ലാം ഇരിക്കും. എന്നിട്ട് വീട്ടിലോട്ട് തിരികെ പോണത് നമ്മള് 60,000 രൂപ ഹോണ്ടയുടെ ആക്ടിവയോ സ്കൂട്ടറിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ പോണത്. അല്ല ഞാൻ ഞാൻ അല്ല ഞാൻ അതിന്റെ കുറച്ച് വിപരീതം പ്രോത്സാഹിപ്പിക്കുമല്ല, കാണിച്ചിട്ടുണ്ട്. നീ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ? പിന്നെ എൻഫീൽഡിൽ ക്ലാസിക് 350 ABS ഇല്ലാത്ത വണ്ടിയിൽ 90, 100 ആ റേഞ്ചിലൊക്കെ സ്പീഡ് പിടിച്ച് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴല്ല, കുറച്ച് കുറേ നാളായി. ബെലിനോ നമ്മൾ കുറെ റെഡ് ലൈൻ അടിച്ചിട്ടുണ്ട്. ബെലിനോ റെഡ് ലൈൻ അടിച്ചിട്ട് നമ്മൾ ഒരു ഗ്രൗണ്ടിൽ കൊണ്ട് ഡ്രിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. ഗ്രൗണ്ടിലാണ്, റോഡിലല്ല ഗ്രൗണ്ടിലാണ്, അതെടുത്ത് പറയണം. അതൊക്കെ ഒരു ഫണ്ണ് ഷോ കാണിക്കുമല്ല, നമ്മുടെ ഒരു നമുക്കൊരു എന്താ പറയുക ഒരു പ്ലഷറിന് വേണ്ടിയിട്ട് ഒരു ഷിയർ ഡ്രൈവിംഗ് പ്ലഷർ വെച്ച് കാണിക്കണു. നമുക്ക് ദ റിയൽ ഷിയർ ഡ്രൈവിംഗ് പ്ലഷർ നമുക്കിപ്പോൾ അഫോർഡ് ചെയ്യാനുള്ളൊരു നമുക്ക് അതിനുള്ള ഏജ് ആയിട്ടില്ല, നമുക്ക് അതിനുള്ള ഒരു ടൈമും ആയിട്ടില്ല. പിന്നെ അതിന്റെ സർവീസ് കോസ്റ്റും മുതലാക്കണമെങ്കിൽ അമ്മാതിരി പൈസയും നമ്മുടെ കയ്യിൽ ഉണ്ടാവാം. പക്ഷെ എനിക്ക് ഇഷ്ടമുണ്ട്, BMW ഒക്കെ ഇഷ്ടമാണെങ്കിലും ഞാൻ ലൈഫിൽ BMW വാങ്ങൂല എന്നുള്ള ഒരു തീരുമാനമാണ് കുറെ നാളത്തേക്ക്. കുറെ നാളെന്നല്ല, ഞാൻ ലൈഫിൽ BMW വാങ്ങാൻ ഏത് പ്രീമിയം വണ്ടിയൊക്കെ എടുത്താൽ പോലും BM എടുക്കാൻ ചാൻസ് ഉള്ളൂ. കുറെ ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ വാങ്ങുവാണെങ്കിൽ യൂസ് മേടിക്കും. നമ്മൾ ഇതിന്റെ സർവീസിനൊക്കെ പാർട്സ് പോയി വാങ്ങുമ്പോൾ BMW പോയി പാർട്സ് മേടിക്കണം. നമ്മൾ ഈ കൊടുക്കുന്ന പൈസ കൊണ്ടാണല്ലോ കമ്പനി ഇപ്പോഴത്തെ ഡിസൈൻ പോലത്തെ അത്യാവശ്യം നല്ല അലമ്പായിട്ടുള്ള ഡിസൈനൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പൈസ കൊടുത്ത് കമ്പനി ഇതുപോലത്തെ അലമ്പ് ഡിസൈൻസ് ഇനിയും വേണ്ട, ഞാൻ പ്രതിഷേധിക്കുന്നു. ജോക്സ് അപ്പാർട്ട്, നല്ല വണ്ടി ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുമെന്നല്ല, നമ്മൾ കൊള്ളാം നല്ല വണ്ടി എന്ന് തന്നെ പറയും. നിന്റെ ഒരു അങ്കിളിന് നെക്സോൺ EV മാക്സ് ഉണ്ടായിരുന്നില്ലേ? അതിപ്പോഴും ഉണ്ടോ? EV അല്ലേ പൊതുവെ, അത് അങ്ങനെ സെല് ചെയ്യത്തില്ല. എങ്ങനെയുണ്ട് ഇപ്പൊ കറന്റ് ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയുണ്ട് പുള്ളിക്ക്? പുള്ളിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്നൊക്കെ പറയുന്നു. സർവീസും വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ല. ആൻഡ് യെസ്, ബാറ്ററിയുടെ മറ്റേ ചാർജിന്റെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് നെക്സോണിന് ആ ഒരു ടൈമിൽ അതെന്ന് വെച്ചാൽ ഒരു എന്താ പറയാ, ടാറ്റയിലെല്ലാം EV കംപ്ലീറ്റ്ലി EV എന്നുള്ള ഒരു രീതിയിലോട്ട് ആയി വരുന്ന ഒരു ടൈമിൽ ഇറക്കിയ വണ്ടിയാണ്. ഇപ്പൊ 50 വാട്ട് അവറിന്റെ ചാർജിങ് ആണ്. പണ്ട് 25 കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് 25. അത് നോക്കണ്ട, അതെന്ന് വെച്ചാൽ വീട്ടിൽ വന്ന വോൾ ബോക്സ് ചാർജർ അല്ലേ, അത് 6 hours അങ്ങോട്ട് എടുക്കും. നമ്മൾ പ്ലഗിൽ കുത്തുവാണെങ്കിൽ 13 hours അങ്ങോട്ട് എടുക്കും. നമ്മുടെ ഗ്രാനി പ്ലഗ് വെച്ചിട്ട് കുത്തിയാൽ, ട്രാവൽ അഡാപ്റ്ററെ കുത്തിയാൽ. നമ്മുടെ റെഗുലർ റോഡിലൊക്കെ ഇട്ട് നമ്മുടെ റോഡിലുള്ള ചാർജേഴ്സ് ഇപ്പൊ EV മാക്സ് ആയതുകൊണ്ട് പ്രോബബ്ലി അതൊരു 20 to 80 എന്നുള്ളതൊരു മിക്കവാറും 1 hour 20 minutes ആ റേഞ്ച് ആയിരിക്കും ടൈമിങ് വരിക. പുള്ളിക്ക് റിലയബിലിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? റിലയബിലിറ്റി ഇഷ്യൂസ് അങ്ങനെ ഇപ്പൊ ഇല്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്തുവാ മറ്റേ അതിന്റെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ഇത്തിരി ലൈക്ക് കുറച്ച് അത് എന്താന്ന് വെച്ചാല് ആ ഒരു ടൈമിങ്ങിലാണ് നമ്മുടെ നെക്സോണിൽ EV മാക്സ് ഇറങ്ങിയപ്പോൾ അവര് മറ്റേ ഇത് കൊണ്ടുവന്നത്, ഡിജിറ്റൽ ഡിസ്പ്ലേ ഉള്ള ഡയലും കൊണ്ടുവന്നത്, മറ്റേ റോട്ടറി ഡയലും കൊണ്ടുവന്നത്. അതിന് മുമ്പ് നോർമൽ റോട്ടറി നോബായിരുന്നു. ഇപ്പൊ ഉള്ള നെക്സോൺ EVക്കും റെഗുലർ ആണ്.
ഇത് നമ്മുടെ പഞ്ച് ജീവിക്കൊക്കെ വരുന്നതിലോട്ട് ഇതാണ്. പഞ്ചിന് എല്ലാവരും ലാഗ് പറയുന്നുണ്ടെങ്കിൽ കുറേയൊക്കെ അത് അവർ എന്താ പറയുക ഒപ്റ്റിമൈസ് ചെയ്ത് കറക്റ്റ് ആക്കി ആ ഒരു D2 N അല്ലെങ്കിൽ N2D അല്ലെങ്കിൽ ആ റിവേഴ്സ് ഒക്കെ ഇടുമ്പോൾ ഉള്ള ആ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് അതെ ഇത് ആദ്യമായിട്ട് വന്ന ആ ഇംപ്ലിമെന്റ് ചെയ്ത ടൈം ആയതുകൊണ്ട് അതിനൊരു ചെറിയൊരു ഡിലേ വരും. റെസ്പോൺസ് ടൈമിംഗ് കൂടുതലാണ്. അതെ 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 നമുക്ക് അത് പറ്റിയ ലൈക്ക് നമുക്ക് പറ്റിയല്ലേ പുള്ളിക്കാരൻ്റെ ആ ഇനിയിപ്പോൾ പറ്റുവാണെങ്കിൽ ഉറപ്പ് പറയാൻ പറ്റത്തില്ല എങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പറല്ല കാരണത്തിരുന്നുള്ള കണ്ടന്റ് ആയിട്ട് നമുക്ക് ആ വണ്ടി വെച്ചൊരു ഒരു ദിവസം ഒരു എപ്പിസോഡ് കവർ ചെയ്യണം. കവർ ചെയ്യാം ഷുവർ. നമുക്കതും ചെയ്യാം. കുറെ ഇൻട്രസ്റ്റിംഗ് സാധനം ഉണ്ട് കേട്ടോ. നമുക്ക് അതിനുള്ള സാഹചര്യം കിട്ടാത്തതാണ് കുഴപ്പം. കുറെ ഇൻട്രസ്റ്റിംഗ് വണ്ടികളുണ്ട് നമുക്ക് ചെയ്യാൻ. പുള്ളിക്കാരന്റെ വീട് കാക്കനാട്ടിലാണ്, കൊച്ചിയിൽ. അതൊക്കെ നിനക്ക് ലീവ് കിട്ടണമെങ്കിൽ എനിക്ക് ടൈം കിട്ടണം, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ. അതെ അതെ വേറെ പോകാനിരിക്കുവാണല്ലോ അടുത്ത മാസം. അതെ, അടുത്ത മാസം നാട്ടിൽ നിന്ന് പോകണം. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് ടൈം ആണൊരു കുഴപ്പം. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ ബുദ്ധി തോന്നിയായിരുന്നു. നമുക്കിത് ചെയ്യാനുള്ള ബുദ്ധി എന്താ നേരത്തെ തോന്നുന്നത്? നമുക്ക് തോന്നലുകൾ കുറെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാം മറ്റേ ലേറ്റ് ബൂമേഴ്സ് ആണ്. അതെ അതെ നമ്മൾ എല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് വെക്കും. പക്ഷേ ഞാൻ പ്ലാനൊക്കെ കുറെ ഉണ്ടാക്കി വെക്കും, പക്ഷെ പിന്നെ നടപ്പിലാക്കുന്നത് വളരെ എല്ലാവർക്കും ഒരു പ്ലാൻ ബി കാണും. നമുക്ക് പ്ലാൻ A to പ്ലാൻ Z വരെ ഉണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ നടന്നാ ഭാഗ്യം എന്നേ പറയാം, നടന്നു എന്നേ പറയാൻ പറ്റും. എന്തായാലും ഇതൊരു ജനുവരി ഹാപ്പി ന്യൂ പറഞ്ഞില്ലേ, ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. വീഡിയോ കാണുന്ന ഇത് പക്ഷേ ന്യൂ ഇയറിൽ എല്ലാവർക്കും കാണുന്നത്. നമ്മൾ പ്രോബബ്ലി ജനുവരി 2nd or 3rd ഒരിക്കൽ എപ്പിസോഡ് ഹയർ ആവുന്നത്. പക്ഷെ ഇത് നമ്മൾ ജനുവരി 1 ചെയ്യുന്നുണ്ടേ, ഇത് നല്ലൊരു തുടക്കമാണ്. ആരും നമ്മളെ മൊത്തത്തിൽ എടുത്ത് റോസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. എങ്ങനെയുണ്ട് ഐഡിയ? ഡിസ്കോഡ് ആയിട്ട് നടക്കുകയും ചെയ്യും. നമ്മൾ അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ പല പല രീതിയിൽ നമ്മൾ ചെയ്യും അല്ലേടാ. വീഡിയോ കോൺഫറൻസ് നമ്മൾ വേണമെങ്കിൽ അല്ലെ പ്രോപ്പർ കണ്ടന്റ് ആക്കും നമ്മൾ. നമുക്ക് ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ ഈ പോഡ്കാസ്റ്റിന് ഒരു നല്ല റെസ്പോൺസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ എയർ ചെയ്യാം. അതെ, അതുപോലെ നമുക്ക് പ്രതീക്ഷിച്ച പോലെ കിട്ടിയെങ്കിൽ ഷുവർ നമ്മളങ്ങനെ വ്യൂസ് പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും ചമ്മല് തോന്നിയില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നല്ല കണ്ടന്റ് ചെയ്യും. പിന്നെ ടൈമിങ് അതൊരു ഫാക്ടറാണ്. പിന്നെ നമ്മൾ കുറെ പ്ലാനിങ് ഇഷ്ടം പോലെ പ്ലാൻ കിട്ടും. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്യായിരുന്നു? നമ്മൾ ഇതിന്റെ കണ്ടന്റ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. നമുക്ക് സുസുക്കി ജിംനിയുടെ കണ്ടന്റ് നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ മറ്റേ തമിഴ്നാട്ടിൽ എന്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്കാരന്റെ കയ്യിൽ ഒരു ബ്ലൂ ഉറൂസ് ഉണ്ട്. യെസ്, ഉറൂസ് ആയിരുന്നു പുള്ളിയുടെ. ഉറൂസും ഉണ്ടായിരുന്നു, കയനും ഉണ്ടായിരുന്നു, 2 വണ്ടി ഉണ്ടായിരുന്നു. ഒരു കയനും ഉണ്ട്, ഉറൂസും ഉണ്ട്. പിന്നെ ഒരു നമുക്കത് ഡ്രൈവ് ചെയ്ത് കണ്ടന്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതൊന്ന് വണ്ടി കവർ ചെയ്യാം. നമുക്ക് ഒരു വോക്ക് ത്രൂ കണ്ടന്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്യാം, കണ്ടന്റ് കവർ ചെയ്യായിരുന്നു ഈസി ആയിട്ട്. അല്ലാണ്ട് നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ഈ Nexon EV Max ഇപ്പോഴത്തെ വണ്ടിയിലെ പഴയ EV അല്ല, ഇപ്പൊ EV Maxൽ ഇപ്പൊ Nexon EV ഉള്ളൂ. അന്ന് EV Max ആയിരുന്നു. അത് വരെ ഫാസ്റ്റ് ആ സമയത്താണ് ഫാസ്റ്റ് ചാർജിങ് Nexon EVയിൽ വന്നത്. ഫാസ്റ്റ് ചാർജിങ് നല്ല ലോങ് റേഞ്ചിലും വന്നത്. നമ്മൾ അത് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അതും എനിക്ക് പേഴ്സണലി ആ ഒരു വേർഷൻ ഇഷ്ടമല്ല, ഫേസ് ഷിഫ്റ്റ്. എനിക്ക് പ്രീ ഫേസ് ഷിഫ്റ്റ് ആണ് ഇഷ്ടമെങ്കിലും ഫേസ് ഷിഫ്റ്റ് കൊണ്ട് നമുക്ക് കണ്ടന്റ് ചെയ്യാൻ പ്ലാനും ഉണ്ട്, നമുക്ക് കണ്ടന്റ് ചെയ്യാനുള്ള വണ്ടി ഉണ്ടായിരുന്നു. അല്ല, വണ്ടി ഇപ്പോഴും ഉണ്ട്. വൈറ്റ് ഹാരിയർ യാസിന്റെ വണ്ടി ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ വിഷുവേട നമ്മുടെ ത്രോട്ടിൽ റേഞ്ചറിന്റെ ഫ്രീ സ്റ്റൈൽ നമ്മൾ അതിന്റെ നമ്മുടെ സ്വന്തം ഫ്രീ സ്റ്റൈൽ 1.2. അടാ, അത് മാത്രമല്ല നമ്മുടെ 2017 ഫോർച്യൂണർ, അത് സിസ്റ്റം അത് വണ്ടി ടോട്ടലായി പോയി. പുള്ളി ഇപ്പോൾ അത് സെല്ലും ചെയ്തു വണ്ടി. നമുക്ക് അതൊക്കെ കുറെ നമുക്ക് അതിന്റെയൊക്കെ അതിന്റെ കുറെ കണ്ടന്റ് ഉണ്ട്. നമ്മൾ അതുകൊണ്ട് ഓഫ് റോഡ് ചെയ്യാൻ ഇങ്ങനെ കുറെ പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക്. പറ്റിയാൽ നമ്മൾ അതെല്ലാം ചെയ്ത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പറ്റിയ ഇതിൽ ഏതൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ പറ്റിയാൽ കുറച്ച് EV കണ്ടന്റ്സ് നമുക്ക് കൊടുക്കാം അല്ലേ. ടാറ്റ പഞ്ച് EVയുടെയും അല്ലെങ്കിൽ ടാറ്റയുടെ EVയുടെ പിന്നെയും നടക്കും, കാരണം ഇവിടെ അടുത്ത ഡീലർഷിപ്പ് ഉണ്ട്. ബാക്കി വണ്ടികളുടെ കാരണം ഇപ്പൊ സുസുക്കിയുടെ EV വന്നിട്ടില്ല. ഹ്യുണ്ടായുടെ കൊന ഇപ്പൊ അയോണിക്കേ ഉള്ളൂ. അതാണെങ്കിൽ അതാണ് പത്തനംതിട്ടയിലെ ഡീലർഷിപ്പിൽ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. അല്ല, കൊന ഇപ്പൊ ഇല്ലടാ. കൊനയുടെ EV ഡിസ്കണ്ടിന്യൂ ചെയ്തു. അവരിപ്പോ അയോണിക്ക് മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല. ക്രെറ്റയുടെ EV വരുന്നുണ്ട്.
ഈ ഒരു മാർച്ച് ഉം. ഏപ്രിൽ ടൈമിൽ. ഉം. പിന്നെ എം ജിയുടെ ഒന്നും ഈ പറയാൻ പറ്റില്ല, കാരണം ഇവിടെ ഡീലർഷിപ്പ് ഇവിടെ നമുക്ക് അടുത്ത് പോയി എക്സ്പീരിയൻസ് ഒന്നുമില്ല. കാരണം ആ. അത് ഇവിടെ ഇല്ലെന്നല്ല, കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞ എനിക്ക് നമുക്ക് കവർ ചെയ്യാൻ പാകത്തിനുള്ള അടുത്തൊന്നും ഇല്ല, അതാണ് പ്രശ്നം. ഇവിടെ നിന്റെ ജില്ലയില്. നമ്മൾ കോണ്ടിനെന്റൽ ജി ടി ആയിരുന്നതാണ് 650 ബ്ലൂ റഷ് വണ്ടി, ഓ, അതെ. ബ്ലൂ റഷിന്റെ വണ്ടി. ബ്ലൂ റഷ് ഏതാ തൊട്ട് റേഞ്ചർ, പുള്ളിയുടെ തന്നെ വണ്ടിയാണ്. മാർക്ക് 1, മാർക്ക് 2, 1 അല്ല 1, 2 അല്ലേ? 2 ആണ്. യെസ്. 1ഉം 2ഉം 2020. 1ഉം 2ഉം 3 എല്ലാം സെയിം ആണ് കാണാൻ. 1 വരുമ്പോൾ ഓ, മറ്റേ സിൽവർ വീൽസും ക്ലാസിക് 350 പോലത്തെ ഒരു ഹെഡ്ലൈറ്റ്സ് എല്ലാം വരും. 2 വരുമ്പോൾ ക്ലിയർ ലെൻസ് ഹെഡ് ലാമ്പ് ആയിരിക്കും, ബ്ലാക്ക് റിംസ് ആയിരിക്കും. നമ്മുടെ അതെ. എനിക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള നമ്മുടെ ഒരു ക്ലാസിക് 500ൻ്റെയും 350ക്കുള്ള തൊട്ടുമ്പത്തെ മോഡൽ UC എഞ്ചിനൊക്കെ 2015 ആ ടൈമിൽ റെഗുലർ സ്വിച്ചസ് ആയിരിക്കും. മാർക്ക് 3 വന്നപ്പോഴാണ് മീറ്റിയോർ സ്വിച്ചസും ആ ഒരു ലിവറും വന്നത്. എനിക്ക് പേഴ്സണലി ആ ഒരു അപ്ഡേഷൻ കൊണ്ട് വലിയ താല്പര്യമില്ല, ആ ഒരു LED ഹെഡ്ലൈറ്റിലാണ് വന്നത്. കാരണം ഓൾറെഡി GT ഓണേഴ്സ് പറയുന്നൊരു പരാതി എൻ്റെ ഹെഡ്ലൈറ്റിന് വെളിച്ചമില്ലെന്നുള്ളതാണ്. അതെ, അതെ, അതെ. മാർക്ക് 3 വന്നപ്പോൾ അതിന് ആ GT ഒരു റെട്രോ ലുക്കിംഗ് കാഫെ റേസർ ആവുമ്പോ റെട്രോ അതിന്റെ റെട്രോ ലുക്കിങ്ങിനെ മാത്രമല്ലടാ, എൻഫീൽഡിനോട് ഇവർ പറഞ്ഞ പരാതി നമുക്ക് ട്യൂബ്ലെസ് ടയേഴ്സ് വേണം. അവർ അതുകൊണ്ട് അലോയ്സ് കൊടുത്തു. അത് എന്താ പറയുക, ആസ് എ Yes. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നല്ലതാണെങ്കിലും എനിക്ക് ആ ഒരു പാറ്റേണോട് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതെ, അതെ, അതെ. പിന്നെ Still spoke. ക്രോം മെയിൻറ്റെയിൻ ചെയ്യാൻ പാടേണ്ട ഒരു ബ്ലാക്ക് ഡോട്ട് വെർഷൻ കൊടുത്തു. അതും എനിക്ക് അത്ര ഉം. എനിക്ക് പിന്നെ പേഴ്സണലി ക്രോമിനേക്കാളും ബ്ലാക്ക് ആണ് ഇഷ്ടമെങ്കിലും ആ ഒരു വണ്ടിയിൽ ക്രോം എനിക്ക് വലിയ പ്രശ്നമില്ല. മാർക്ക് 1നും 2നും ആ ആദ്യത്തെ വേർഷൻ ഉണ്ടായപ്പോ ഡക്സ് വൈറ്റിന് ആ കളറിന് സിൽവർ വന്നിട്ട് സിൽവർ ആയിരുന്നു. ക്രോമിന്റെ സ്പോക്സ് ആയിരുന്നു. ഇപ്പൊ അത് ബ്ലാക്ക് ഔട്ട് ചെയ്തു. അല്ല, ബ്ലാക്ക് അതിപ്പോ ബ്ലാക്ക് കാണുന്നത് എന്ന് പറയുക നമ്മുടെ സ്പോക്സ് ക്രോമും ആ ഒരു വീലിന്റെ പോർഷൻ ബ്ലാക്കും വരുന്നതിനോട് എനിക്ക് വൃത്തിയോട് മോശമൊന്നുമില്ല. പക്ഷേ ഇവർക്ക് ട്യൂബ്ലെസ് കൊടുക്കും, മറ്റേ വിത്ത് സ്പോക്ക് തന്നെ ട്യൂബ്ലെസ് കൊടുക്കാം. ട്യൂബ്ലെസ് പക്ഷേ സ്പോക്ക്. സ്പോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് പാടായതുകൊണ്ടൊക്കെ ആയിരിക്കണം അലോയ്സ് കൊടുത്ത ട്യൂബ്ലെസ് വെർഷന്. പിന്നെ പക്ഷേ അവർ ഒരു സാറ്റിസ്ഫാക്ഷൻ ചെയ്തതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. കസ്റ്റമേഴ്സ് പറഞ്ഞു സ്റ്റോക്ക് ഹെഡ്ലൈറ്റ്സിന് വെളിച്ചമില്ല, ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ് വെച്ചാൽ ഗുണമുള്ളെന്ന്. ലേ ലേ ആറി ഹോൾഡ് മൈ ബിയർ ബ്രോ, അതിനേലും വെളിച്ചം കുറഞ്ഞ ലൈറ്റ് കൊണ്ട് കൊടുത്തു. അത് LED ഓണേഴ്സിനുണ്ട് LED, അതുകൊണ്ട് LED കൊടുത്തു, പക്ഷെ വെളിച്ചമില്ല. ഹാലജന് വെളിച്ചമില്ലാതെ എല്ലാവരും പരാതി. ഇപ്പൊ അതിനും വെളിച്ചമില്ലാത്തൊരു ലൈറ്റ് കൊടുത്തപ്പോൾ അവരുടെ പരാതി അവർ മിണ്ടായിരിക്കും. പക്ഷെ മാർക്കറ്റ് ഇന്ത്യ ആയതുകൊണ്ട് എന്ത് തന്നെ ചാത്തൻ പണി റോയൽ എൻഫീൽഡ് ചെയ്താല് അതിന് വാങ്ങിക്കാൻ എപ്പോഴും ഒരു കസ്റ്റമർ ബേസ് കാണും. ഇപ്പൊ നമ്മുടെ ഇപ്പൊ പുതിയ വരുന്ന റോയൽ എൻഫീൽഡിന്റെ മറ്റേ ഇന്റർസെപ്റ്ററിന്റെ ബിയർ 650 നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സിൽ നോക്കിയാൽ ജസ്റ്റ് ഒരു മോണോ ഷോക്ക് ഒബ്സർ എനിക്ക് ആണല്ലോ ഫ്രണ്ടിൽ കൊടുക്കുന്നത്. എനിക്ക് ബട്ട് പക്ഷേ ഇന്റർനാഷണൽ വേരിയന്റിലെ USD ആണ്. അത് അതിന്റെ ക്വാളിറ്റി ഡിഫറൻസും ഉണ്ട്. അല്ല, അത് എല്ലാ ബ്രാൻഡ്സും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പറയാനാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഹിമാലയം വർഷങ്ങളായിട്ട് മോണോഷോക്കാണ്. അതെ. കോണ്ടിനെന്റൽ GT എന്നിട്ടും റെഗുലർ മറ്റേ ഗ്യാസ് ഫിൽഡ് 2 ഷോക്കാണ് ബാക്കി കൊടുക്കുന്നത്. അതുപോലെ കോണ്ടിനെന്റൽ GT അത്രയും പെർഫോമൻസ് ഓറിയന്റഡ് വണ്ടി ഇറക്കുമ്പോൾ അതിന് മോണോഷോക്ക് തരാമായിരുന്നു. ഓൾസോ USD ഫോക്സും തരായിരുന്നു. കാരണം USD ഫോക്സ് മറ്റേ ഹിമാലയന് വന്നിട്ടുണ്ട് 450ക്ക്, ഇതിനില്ല. ഒരു മിനിമം ഒരു WBPയുടെ WP വേണമെന്നില്ല, WBP WP വേണമെന്നില്ല, USD മതി. ഒരു USD ഫോക്സ് കൊടുക്കാറ്, കാരണം കുറച്ചുകൂടെ കോർണറിങ് സ്റ്റെബിലിറ്റി എല്ലാം കൂട്ടാനായിട്ട്. മറ്റേ ആ ട്രയംഫിന്റെ ഇപ്പൊ മറ്റേ പുതിയ 400X ട്രയംഫിനെ പിടിക്കേണ്ടത്. ട്രയംഫ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവർ കാരണം അവർ ട്യൂബ്ലെസ് ആയിട്ടുള്ള സ്പോക്ക് വീൽസ് കൊടുക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് 2,80,000 ഇത് 3 അങ്ങനല്ല, ട്രയംഫിന്റെ ആ ഒരു വണ്ടി നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ഇതാണ് മറ്റേ ബജാജുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ ആണ്. അല്ലാണ്ടുള്ള നമ്മുടെ പ്രോപ്പർ ട്രയംസ് പറയുവാണെങ്കിൽ പ്രൈസ് പോയിന്റ് എൻ്റെ ഡിഫറെന്റ് ആണ്. ഒരു 6 lakh പ്ലസ് ഒക്കെയാണ് നമ്മുടെ ട്രയംഫുകളുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ. പുതിയ ഗോവൻ ക്ലാസിക് പക്ഷേ കൊള്ളാം. എനിക്ക് ഇപ്പോഴത്തെ ക്ലാസിക് 350യേക്കാളും എനിക്ക് ലുക്ക് വൈസ് എനിക്ക് ആ കളർ തീം ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ വണ്ടിയുടെ പ്രപ്പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വൈഡ് ആയിട്ടുള്ള റിയർ ടയർ 60 ഇഞ്ചാണ്. എനിക്ക് ആ ഹാൻഡിൽ ഞാൻ പറഞ്ഞതല്ല, എനിക്ക് റെഗുലർ ക്ലാസിക് 350യിൽ ആ ഒരു വിട്ടുള്ള ടയർ കിട്ടിയാൽ കൊള്ളായിരുന്നു, അതായിരുന്നു നല്ലത്. പിന്നെ വൈറ്റ് വോൾ ടയേഴ്സും ഞാൻ വൈറ്റ് വോളിന്റെ അത് കൊള്ളാം, ഒരു ക്ലാസിക് ലുക്ക് ഉണ്ട്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു വണ്ടിയുടെ നോൺ ABS വെർഷൻ കാണുമല്ലോ, നോൺ ABS കാണത്തില്ല, നമ്മുടെ ബാക്കിൽ ഡ്രം വരുന്ന വെർഷൻ കാണുമല്ലോ, അതിന് ആ 60 ഇഞ്ച് വൈഡർ ടയേഴ്സ് കൊടുത്താൽ കൊള്ളായിരുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡ്രം ബ്രേക്സ് വരുന്ന ഒരു വെർഷൻ കൂടെ ഉണ്ടായാൽ കൊള്ളായിരുന്നു. എന്താ വെച്ചാൽ മേടിക്കാനല്ല, അതിന് ബാക്കിൽ ഡ്രം വരുന്ന വെർഷൻ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ക്ലാസിക് 350 അത് സ്യൂട്ട് ചെയ്യാം.
മറ്റേ ഡിസ്ക് എൻ്റെ വണ്ടി കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ ചെയ്യണമെങ്കിൽ നല്ല പാടാണ്. അതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് അതെ മറ്റേ 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 പിന്നിലത്തെ റിസർവ് മറ്റേ ബാറും എല്ലാം മാറേണ്ടി വരും. അല്ല അത് ഡിസ്ക് കൺവേർഷൻ ആണെങ്കിൽ എല്ലാം മാറേണ്ടി വരും, മറ്റേ ഇൻക്ലൂഡിങ് ബാക്ക് ബ്രേക്കിന്റെ ലിവർ വരെ മാറ്റേണ്ടി വരും. അതെ. പിന്നെ എൻഫീൽഡിന്റെ ഫാൻ ബേസ് അപാരമാണ്, എസ്പെഷ്യലി അവരുടെ ഒരു റെട്രോനെസ് അവർ എപ്പോഴും പറയുന്നുണ്ട്. Yes, they always say എൻ്റെ that. എൻ്റെ എൻ്റെ വീട്ടിൽ നല്ലൊരു ഹാർഡ് കോർ എൻഫീൽഡ് ഫാൻ ഉണ്ട്. ഇവൻ ദോ പുതിയ നല്ല 2015 ആ യൂസ് എഞ്ചിൻ കുറെ ട്രബിൾ ഫ്രീ, വലിയ ട്രബിൾസ് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ട്രബിൾസ് തരുന്നൊരു എഞ്ചിനാണ്. ഉം. റിലയബിൾ ആണെന്ന് വെച്ചാൽ അല്ലല്ല, എന്നാൽ അൺറിലയബിൾ ആണെന്ന് വെച്ചാൽ അൺറിലയബിളും അല്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ ഒരു എഞ്ചിൻ്റേത്. ഉം. എൻ്റെ വീട്ടിൽ ഒരു ഹാർഡ് കോർ എൻഫീൽഡ് ഫാൻ ഉണ്ട്, എൻ്റെ ചേട്ടനാണ് പുള്ളി. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു വണ്ടി എടുത്തു. എനിക്ക് ഇനിഷ്യലി വലിയ പാടൊന്നും തോന്നിയില്ല. എനിക്ക് ഇനിഷ്യലി വലിയ ബുദ്ധിമുട്ടില്ല, കാരണം എനിക്ക് എൻഫീൽഡ് കാണാനൊക്കെ ഇഷ്ടമായിരുന്നു. എനിക്ക് ലൈസൻസ് കിട്ടി ഞാൻ ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അത്ര ഫാൻ അല്ലാണ്ടായി പോയത്. കാരണം അതിപ്പോൾ ഒരു എൻഫീൽഡ് ഓടിക്കുന്നത് 40-50 കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ അങ്ങനെ പോകാനാണെങ്കിൽ ഓക്കെ, വലിയ കുഴപ്പമില്ല. എങ്കിലും എന്താ പറയുക, 500ന്റെ കേസ് ഇന്റർവൽ ഡിഫറെൻ്റ് ആണ്, കുറച്ചുകൂടെ പെർഫോമൻസ് ഇപ്പോൾ ഓടിച്ചേ പറ്റൂ. ഇത് 5 സ്പീഡ് അതെ. വണ്ടിയാണ്, ഇതിന് 4ാമത്തെ ഗിയറയിൽ മറ്റേ എന്താ പറയുക പെതുക്കെ പോകാൻ പറ്റത്തില്ല, 20 പോകാൻ പറ്റത്തില്ല ഈ എഞ്ചിന്. ലോങ് സ്ട്രോക്ക് ഒക്കെ ആണെങ്കിൽ പഴയ എൻഫീൽഡിൻ്റെ അത്രയും ആ ഒരു എഞ്ചിൻ റൂട്ടല്ല, ആ ഒരു ക്യാരക്ടർ അല്ല എഞ്ചിന്. എന്നാൽ ഇത് റെവ് ചെയ്ത് ഓടിക്കുന്ന എഞ്ചിനാണെന്ന് വെച്ചാൽ അതുമല്ല, ഒരു ലോ ടു മിഡ് ആണ് ഇതിന്റെ പവർ വരുന്നതെന്ന് പറയുന്നത്. ഒന്ന് ക്രൂസ് ചെയ്ത് ക്രൂസ് ചെയ്ത് ഓടിക്കാൻ പറ്റും. പോകാന്നുള്ളതാണ്. ഇതിന്റെ ക്രൂസിംഗ് സ്പീഡ് ഒരു 60-70 ആണ് ഇതിന്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. Yes, yes. ആ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടിക്ക് മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ABS ഇല്ല എന്നുള്ളതാണ്. അതെ. ഈ വണ്ടിക്ക് ഇപ്പോൾ ബാക്കിൽ ഡ്രമ്മാണ് എങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഫ്രണ്ടിലേലും ഒരു ABS ബ്രേക്ക് വേണമായിരുന്നു. ബാക്കിലുണ്ടായ നല്ലത്, പക്ഷെ ഫ്രണ്ടിൽ ABS വേണം എന്നുള്ള ഭയങ്കര അത്യാവശ്യമാണ്. കാരണം നമ്മൾ വണ്ടി സ്ലോ ആയ നേരം ഇത് പിടിച്ച ബ്രേക്ക് നിൽക്കുന്നതിൻ്റെ അല്ല, ബ്രേക്ക് ലോക്കായിട്ട് വണ്ടി ഈ വെയിറ്റ് ഉള്ളതുകൊണ്ട് മുന്നോട്ട് നിരങ്ങും ഭയങ്കരമായിട്ട്. അതെ. എൻ്റെ പൊന്നോ. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഫ്യൂൽ ഗേജ് ഇല്ല. റൈറ്റ്. എൻ്റെ പൊന്നോ, ഓരോ പ്രാവശ്യവും പെട്രോളിന്റെ ടാങ്ക് തുറന്നു നോക്കിയിട്ട് കുലുക്കി നോക്കാം പെട്രോൾ ഉണ്ടോ എന്ന്. അല്ല അതിപ്പോൾ അത് ഹാർഡ് കോർ എൻഫീൽഡ് ഫാൻ ബോയ്സ് ആയിട്ടുള്ള ആളുകളെല്ലാം പറയും എൻഫീൽഡിൻ്റെ ഒരു രീതി അതാണ്, ആംമീറ്റർ ആണ്. ഇപ്പോൾ പഴയ CA എഞ്ചിനുള്ള വണ്ടിക്കാണെങ്കിൽ ആ ഒരു ആംമീറ്റർ ഉള്ളത് നല്ലതാണ്, കാരണം ആംബ് റീഡിങ് നോക്കിയാണ് ആ വണ്ടി ആംബ് സെറ്റ് ചെയ്താണ് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനതിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മുടെ ഇവിടെ അതുപോലത്തെ ഒരു മീറ്റർ വെച്ചാൽ അവിടെ ഫ്യൂൽ ആയിരുന്നു കാണിച്ചിട്ട് കുറച്ചുകൂടി യൂസ്ഫുൾ ആണ്. ലോ ഫ്യൂൽ വാർണിംഗ് ആണെങ്കിലും വേണ്ടി. അത് പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ കാർബറേറ്ററായിട്ട് അത് ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയത് നല്ലതായിരുന്നു എനിക്ക് ആ വണ്ടിക്ക്. കാരണം കാർബറേറ്റർ ഈ പറഞ്ഞിട്ട് അത്ര സുഖമല്ല, കാരണം കുറച്ചൊക്കെ പാടാണ്. പക്ഷേ ഇതിന്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ വേർഷൻ ഉണ്ടല്ലോ നമ്മുടെ BS4 ലാസ്റ്റ് ഒക്കെ വന്ന വണ്ടികൾ, BS6 ഒക്കെ തുടങ്ങാൻ ഇപ്പോൾ ഉണ്ടായ ക്ലാസിക് ഈ ഒരു ജസ്റ്റ് പുതിയ റീബോൺ ക്ലാസിക് തൊട്ട് മുമ്പ് തന്നെ യൂസ് ചെയ്യാൻ BS6 വെർഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതെ അതെ. അതിനകത്ത് പക്ഷേ കുറേ പേര് ഫ്യൂൽ ഇഞ്ചക്ഷൻ മാറ്റി കാർബറേറ്ററിലോട്ട് മാറ്റുന്നുണ്ട്, മൈലേജ് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ എന്തിനാണോ എന്തോ. ഞാനാണെങ്കിൽ എന്താ പറയുക, ഇത് കോംപ്ലിക്കേഷൻ ആണ്, വയറിംഗ് കിറ്റെല്ലാം മാറേണ്ടി വരും. ഞാനാണ് ഈ എനിക്ക് ഈ കാർബറേറ്ററിനേക്കാൾ ഇഷ്ടം ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുന്നതായിരുന്നു. കുറെ പേര് ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉള്ള വണ്ടി കൊണ്ട് കാർബറേറ്റർ ആക്കുന്നുണ്ട്. അതങ്ങനെ കുറെ ഭ്രാന്തന്മാർ. അല്ല അതുപോലെ ആരിലേക്ക് കാണുവാണെങ്കിൽ മോനെ മാറ്റൊന്നും വേണ്ട, ഞാൻ എൻ്റെ വണ്ടി വരാം. എനിക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് മതി, ഞാനത് വെച്ചോളൂ. ഞാൻ ഉറപ്പായിട്ടും ഞാൻ മീറ്റർ അടക്കം മേടിച്ചിട്ടുണ്ടോ, മറ്റേ ലോ ഫ്യൂൽ വാണിങ്ങിന്റെ അടക്കം. ആ വണ്ടി 1,40,40 സംതിങ് ആയിരുന്നു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ്. അന്ന് ക്ലാസിക് ബുള്ളറ്റ് 350 നമ്മുടെ സ്റ്റാൻഡേർഡിന്റെ ഓൺ റോഡ് പ്രൈസ് 1,25,000 രൂപയായിരുന്നു ഞാൻ 2015 മേടിച്ചപ്പോൾ. ഇപ്പൊ സ്റ്റാൻഡേർഡ് അതെ, ഇന്ന് 1,70 ഇന്ന് 2,20 എങ്ങാണ്ടുണ്ട്. തമിഴ്നാട്ടിൽ 1,70 ടാക്സ് കുറവുണ്ട്. ഇവിടെ ലക്ഷറി ടാക്സ് ഉണ്ട്, അതുകൊണ്ട് 2 ലാഖിന് മേലെ എക്സ്ഷോറും വരുന്ന വണ്ടിക്ക് 2,70,000 ആവും ഓൺ റോഡ്. സോ ഗൈസ്, അത്യാവശ്യം നല്ല ലോങ് ആണെന്നറിയാം. പിന്നെ പോഡ്കാസ്റ്റ് 1 hour ഒക്കെ വരുമായിരിക്കും. ഇത് എത്ര പേര് കാണുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എങ്കിലും നമ്മൾ പുതിയൊരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് പിന്നെ കാണാം. സോ കീപ് സബ്സ്ക്രൈബിങ് അവർ ചാനൽ ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ആകുമ്പോൾ പുതിയ അപ്ഡേറ്റ്സ് എല്ലാം അറിയാം. ഞാൻ 2 പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഐഡി താഴെ ലിങ്ക് കൊടുത്തേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കാണുന്നവര് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ. നല്ലൊരു വർഷം നയിക്കട്ടെ. സോ പീസ് ഔട്ട് ഗൈസ്.